സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ 5 ദിവസത്തെ ഫ്രീ വർക്ക്ഷോപ്പിന്റെ അല്ലെങ്കിൽ ഫ്രീ ഓപ്പൺ ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ടുള്ള 5ാമത്തെ ദിവസമാണ് നമ്മൾ ഇന്നുള്ളത്. ആദ്യത്തെ ദിവസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുഗൾ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് കിങ് അക്ബർ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞാൻ വിശ്വസിക്കുകയാണ്. 2ാമത്തെ ദിവസം നമ്മൾ മുഗൾസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നും മാത്രമായിട്ട് we went for round table discussion in which you guys got one particular idea. എങ്ങനെ എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് ആൻസർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഡിസ്കഷൻസ് എങ്ങനെയാണെന്ന് ലൈവായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ടോപ്പിക്കാണ് എന്ത്, മെഡീവൽ പീരീഡിൽ നിന്നും നെറ്റ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിന്റെ ട്രെൻഡ്, അതിന്റെ അപ്രോച്ച്, ഏതെല്ലാം ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് വരാം, എങ്ങനെ നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ഭാഗം. ബുധനാഴ്ച നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് എക്സാംസ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതിന്റെ റിസൾട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഒരു സെഷനോട് കഴിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യാം എന്ന് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളത് പബ്ലിഷ് ചെയ്യും. ഒരു 10-60 പേര് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു കോമ്പറ്റീഷൻ ആണ്. ഇങ്ങനെയൊക്കെ തന്നെ വേണം നിങ്ങൾ എക്സാംസ് എഴുതുമ്പോൾ നിങ്ങൾക്കിടയിൽ എത്രമാത്രം മാർക്ക് ഉണ്ട്, എത്രമാത്രം മാർക്ക് കിട്ടുന്നില്ല, ഇങ്ങനെ തിരിച്ചറിയിലൂടെ വേണം നമ്മൾ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി. പിന്നെ നമ്മൾ ഇന്നലെ 4ാമത്തെ ദിവസമായിട്ടുള്ള ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലേറ്റർ മുഗൾസ് ആണ്. ഒരുപാട് നല്ല ഫീഡ്ബാക്ക് ആണ് നിങ്ങൾ ഓരോരുത്തരും പേഴ്സണലി മെസ്സേജ് ഇട്ടൊക്കെ അറിയിച്ചിട്ടുള്ളത്. ഇത്രയും കാലം പഠിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ലേറ്റർ മുഗൾസ് പലപ്പോഴും സ്കിപ്പ് ചെയ്യാറാണ് പതിവ്, പക്ഷെ നിങ്ങൾക്ക് അത് സിംപ്ലി മനസ്സിലാക്കാൻ പറ്റി എന്നൊക്കെ അറിയാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ആൻഡ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആസ് യു ഗോട്ട് ദാറ്റ് പെർട്ടിക്കുലർ ഇൻഫർമേഷൻ, ഹിസ്റ്ററിയിൽ നിന്നും നെറ്റ് എക്സാമിനേഷന് പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കോർ ഏരിയാസ് എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ PYQs-ന്റെ ഒരു അനാലിസിസിലുള്ള ഒരു ചെറിയൊരു അപ്രോച്ച്. അതിൽ കോർ ഏരിയാസ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തോട്ട് എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് ഒരു ഭാഗത്ത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഒരു കൂട്ടം ഏരിയകളിലൂടെ കവറപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള അതിന്റെ ഭാഗമായിട്ട് ടുഡേ നൗ വി ആർ ഗോയിങ് ടു ഹാവ് വൺ പെർട്ടിക്കുലർ ഡിസ്കഷൻ ഓൺ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഏരിയാസ് എന്നുള്ളതിന്റെ ഡിസ്കഷൻ ആണ് നടത്താൻ വേണ്ടി പോകുന്നത്. എല്ലാവരെയും ഇന്നത്തെ സെഷനിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഹോപ്പ് ഇറ്റ് ഈസ് വിസിബിൾ ടു യു. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗിവ് മി എ റെസ്പോൺസ് ഗൈസ്. Yeah, thank you for your chat response. Yeah, thank you. It's okay, fine. Good. Thank you. Okay. So yeah, fine. Let me continue. അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ഭാഗമാണ് ഇത്. ആക്ച്വലി നമ്മൾ കവർ ചെയ്തു. മിഡീവൽ ഇന്ത്യയിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ എടുത്തിട്ട് അവിടുന്ന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്തൊക്കെയാണ് ചോദിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അന്ന് ഒരു മോർ ദാൻ ഹാഫ് ആൻ അവറിന്റെ ഡിസ്കഷൻ നമ്മൾ മിഡീവൽ മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. ടുഡേ വിൽ ബി ഹാവിംഗ് എ ക്വിക്ക് ഐഡിയ റിഗാർഡിംഗ് ആൻഷ്യന്റ് ഇന്ത്യ എന്ത്, മോഡേൺ ഇന്ത്യ എന്ത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ആസ് പാർട്ട് ഓഫ് ദാറ്റ് ലെറ്റ്സ് ഡിസ്കസ് വിത്ത് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി. ഓക്കെ, ലെറ്റ് മീ സൂം ഇറ്റ് സംവാട്ട് സോ ദാറ്റ് യു ക്യാൻ ഹാവ് മോർ വിസിബിലിറ്റി. ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ബേസിക്കലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻസ് നടത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സ്റ്റോൺ ഏജ് കാണാൻ വേണ്ടി പറ്റും, ദെൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദിക് ഏജ്, മഹാജനപദാസ്, ബുദ്ധിസം ആൻഡ് ജൈനിസം, മൗര്യൻ എംപയർ, ദ പോസ്റ്റ് മൗര്യൻ പീരിയഡ്, സംഗം ഏജ്, ഗുപ്ത ഏജ് ആൻഡ് പോസ്റ്റ് ഗുപ്ത പീരിയഡ് ആൻഡ് സംടൈംസ് ഏർലി മിഡിൽ പോർഷൻസ് ആർ ഓൾസോ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതർ ടോപ്പിക്സ് ആയിട്ടുള്ള ചില കാര്യങ്ങളും, അതായത് ചിലപ്പോൾ നമ്മുടെ സിലബസിൽ ആസച്ച് കാണാത്ത ചില ഭാഗത്തു നിന്ന് ചില ചോദ്യങ്ങൾ അവിടെ നിന്നൊക്കെ വരാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ട നിങ്ങളുടെ ടോപ്പിക്സ്. അതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്ന് മാത്രമുള്ള അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് ഈ ആൻഷ്യന്റും മീഡിയവലും അതുപോലെ മോഡേൺ ഇന്ത്യയും ഡിസ്കസ് ചെയ്തതിനു ശേഷം ഇന്ന് നമ്മൾ ഈ സെഷന്റെ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് വിൽ ബി ഹാവിങ്, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇത്ര നമ്പർ ഓഫ് ടോപ്പിക്സ് ഉണ്ട്. നിങ്ങൾ അത്രയും നമ്പർ ടോപ്പിക് പഠിക്കുകയാണെങ്കിൽ ഗൈസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു 50+ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിൽ 50+ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു 100+ മാർക്സ് നിങ്ങൾക്ക് നെറ്റ് എക്സാമിനേഷന് കിട്ടാൻ വേണ്ടി പോകുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ബേസ്ഡ് ഓൺ ദിസ് വൺ, നമ്മളിപ്പോൾ ഇന്നും മുമ്പൊക്കെ ഈ ഒരാഴ്ച ഡിസ്കസ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഐ വിൽ ബി ഡിസ്കസിങ് ദാറ്റ് വൺ ബൈ ദ എൻഡ് ഓഫ് ടുഡേസ് പെർട്ടിക്കുലർ സെഷൻ. സോ ഗൈസ്, let me discuss this one. 19ഓളം പേര് നമ്മുടെ സെഷനിലുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സ്റ്റോൺ ഏജിൽ നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങൾ, ഒന്ന് നിയോലിത്തിക് ഏജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിയോലിത്തിക്കിന്റെ പീരീഡ് പറയുന്ന സമയത്ത് നിയോലിത്തിക്കിന്റെ ഫീച്ചർ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഫീച്ചർ ബേസ്ഡ് ഉള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഐറ്റംസ് വരാണ്ടി പറ്റും.
ഓക്കെ, അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ്, സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 4 സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. മെഗാലിത്തിക് കൾച്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ഏത്, ചെയ്യുന്നത് അല്ലാത്തത് ഏത്, അങ്ങനത്തെ 5 സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് 4 സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, 5 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പലപ്പോഴും വരാറുണ്ട്. മോർ കോമൺലി നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മെത്തേഡും ഇതാണ്. പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റുകളും അതിന്റെ സ്റ്റേറ്റും നോക്കുക. ആർക്കിയോളജിക്കൽ സൈറ്റുകളും അതിന്റെ സ്റ്റേറ്റുകളും നോക്കുക. അത് മാച്ച് ദി പെയർ ടൈപ്പ് ആയിട്ട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ഐ വിൽ ബി ഡിസ്കസിങ് അമ്പിളി. ഓക്കെ, ഞാൻ ആ കാര്യം പറയാട്ടോ. ഫൈൻ. അപ്പൊ ആർക്കിയോളജിക്കൽ സൈറ്റുകളും സ്റ്റേറ്റുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാച്ചപ്പ് വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട അപ്രോച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ അപ്രോച്ചിൽ നിങ്ങൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുമ്പോൾ പ്രൈമറിലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങൾക്കാ. ഒന്ന് ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് പീരിയഡ്. അതിൽ മെഗാലിത്തി കൂടെ ഞാൻ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ ഈസി ഓഫ് ലേണിംഗ് പ്രോസസ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ പ്രധാനപ്പെട്ട സൈറ്റുകളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീച്ചേഴ്സും. സൈറ്റിന്റെ കറസ്പോണ്ടിങ് ഫീച്ചേഴ്സ് പറയുമ്പോൾ അതിൽ കോണ്ടംപററി ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. പ്ലസ് ചില സൈറ്റുകൾ പറയുന്ന സമയത്ത് കുറച്ച് സിഗ്നിഫിക്കന്റ് ആയതുകൊണ്ടും റീസെന്റ് എക്സ്കവേഷൻസ് നടക്കുന്നത് കൊണ്ടും ഹിസ്റ്റോറിയൻസിന്റെ അല്ലെങ്കിൽ ആർക്കിയോളജിസ്റ്റിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. ഇവിടെ നോക്കിക്കേ, ഇവിടെ AK ഘോഷ് അദ്ദേഹം പാലിയോലിത്തിക് സൈറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ പാലിയോലിത്തിക് പീരീഡിന് എന്താ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റഡീസ്, അങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിന്റെ ക്വസ്റ്റ്യൻസും പലപ്പോഴും ചോദിക്കാറുണ്ട്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതായത് പാലിയോലിത്തിക്കിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആർക്കിയോളജിസ്റ്റ് ആരാണെന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ജനറൽ ഇൻഫോർമേഷൻ മതി, ഇൻഡെപ്തിലോട്ട് പോകണ്ട. ബട്ട് യു ഷുഡ് നോ സംതിങ് റിഗാർഡിംഗ് സം ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് ആർക്കിയോളജിസ്റ്റ് അസോസിയേറ്റിംഗ് വിത്ത് ദിസ് ബോത്ത് നിയോലിത്തിക്, നോട്ട് ദിസ് നിയോലിത്തിക് ഓൺലി, സ്റ്റോൺ ഏജ് ആസ് വെൽ ആസ് ദിസ് പാലിയോലിത്തിക് പീരീഡ്. ആ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഫൈൻ. ദെൻ നിയോലിത്തിക് സൈറ്റ്സ് ഓഫ് കിയാരി ആൻഡ് ഗിയാക്, ഇത് എവിടെ നിന്ന് ആർക്കെങ്കിലും അറിയോ? ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാ. അതായത് ഇങ്ങനത്തെ സൈറ്റുകളുടെ പേരുകളോട് തന്നിട്ടേ, സൈറ്റുകളുടെ പേര് തന്നിട്ട് അത് എവിടുന്നാണ് അല്ലെങ്കിൽ എന്താണെന്ന് ചിലപ്പം ചോദിച്ചു നോക്കും. കിയാരി ആൻഡ് ഗിയാക് നിയോലിത്തിക് സൈറ്റുകളാണ്. എവിടെ നിന്നുള്ളതാണ്? അത് സ്റ്റേറ്റ് ചോദിച്ചിട്ടുള്ളതാണ്. അത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാ. അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾ എങ്ങനെ പഠിക്കും? നിങ്ങൾ എല്ലാ റെഫറൻസും എടുത്ത് പഠിക്കാൻ പറ്റത്തില്ല. അതിന് കുറച്ച് കോർ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, കോർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, കോർ ആയിട്ടുള്ള സൈറ്റുകൾ ഉണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ട് വേണം നിങ്ങൾ പഠിക്കാനേ. ഓക്കെ, ഹിമാചൽ പ്രദേശ് പറയുന്നുണ്ട് അല്ലെ? യാ, ഫൈൻ. അത് നിങ്ങൾ ഗസ് ചെയ്യ്, ഈ പേര് കേൾക്കുമ്പോ കിയാരി, ഖിയാക്ക് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ നോക്ക്. ഇനി ഒന്നും ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വെരി ഗുഡ് സാം. JNK, ജമ്മു ആൻഡ് കാശ്മീർ ആണ് ചോദിച്ചത്. യെസ്, ലഡാക്കിന്റെ ഭാഗമാണ് അത് വരുന്നത് കേട്ടോ. അപ്പൊ ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഇത് പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി മാപ്പ് ബേസ്ഡ് ആയിട്ട് പീരിയഡുകളും ലൊക്കേഷൻസും കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ NCERT സഹായിക്കാം, അവിടെ ഒരു പക്ഷേ മാപ്പ് സ്റ്റഡീസ് സഹായിക്കാം, പലതും സഹായിക്കാം. പക്ഷെ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ പഠിക്കുന്ന, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സോഴ്സ് നെറ്റ് എക്സാമിനേഷൻ ഇക്വലന്റ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഞാനിത് പറയാനുള്ള മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷെ നിങ്ങൾ PSCക്ക് പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ HSSTയുടെ എക്സാമിനേഷന് പഠിക്കുന്ന ഹിസ്റ്ററിയുടെ പിള്ളേരൊക്കെ ഉണ്ടാവും. അവർ പഠിക്കുന്ന ഒരു ലേണിംഗ് മതിയോ ഇവിടെ? ഡെഫിനറ്റ്ലി നോട്ട്. രണ്ടും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻസിന്റെ നേച്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് ഈസ് സംവാട്ട് ഇൻ ഡെപ്ത്, കുറച്ചുകൂടെ അനലിറ്റിക്കൽ ആയിട്ട് കുറച്ചുകൂടെ അകത്തോട്ട് കയറി ചെല്ലുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നെറ്റിന് ചോദിക്കുന്നത്. അപ്പൊ ആ നെറ്റിന്റെ ആ ലെവലിൽ നിന്നിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാലേ കാര്യം നടക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ സതീഷ് ചന്ദ്രയുണ്ട്, ആർ എസ് ശർമ്മ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. കാരണം അതൊന്നല്ല എക്സാമിനേഷന് ചോദിക്കുന്നത്. ഈവൻ നിങ്ങൾ ഉപീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു പുസ്തകം ആൻഷ്യൻ ഇന്ത്യക്ക് വേണ്ടി റെഫർ ചെയ്യുന്നുണ്ടാവും. ഉപീന്ദർ സിംഗ് വായിച്ചിട്ട് മാത്രം നെറ്റ് കിട്ടുവാണെങ്കിൽ JRF കിട്ടേണ്ട ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ പറയാൻ കാരണം ആ ലെവലൊക്കെ വിട്ടു. ഇപ്പൊ അങ്ങനെയല്ല ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഒരു ടോപ്പിക് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഫെർദർ ആയിട്ടുള്ള, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ആസ് വെൽ ആസ് കറന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ കമ്മിങ് ടു ദിസ് അനദർ ടോപ്പിക്, ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതിൽ ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് മോഡൽ മാത്രം കാണിച്ചു തരാം. ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ്സ് പഠിക്കണം എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. പക്ഷെ ഫീച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കും. നിങ്ങൾ നോക്കിക്കേ, ഹാരപ്പ ട്രേഡ് വിത്ത് മെസ്സപ്പൊട്ടോമിയ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നില്ലേ? അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇൻഫർമേഷൻ മാത്രം അറിഞ്ഞാൽ പോരാ, നമുക്ക് അത് ലിങ്ക് ചെയ്യാൻ പറ്റണം. നല്ലൊരു ശതമാനം കുട്ടികൾക്കുള്ള പ്രശ്നം, they have this content, they have this particular knowledge, but unfortunately they are not able to link with whether how we are going to solve this assertion as well as reason type questions എന്നുള്ളത്. കഴിഞ്ഞ റൗണ്ട് ടേബിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷെ വിൽ ബി ഫ്രീക്വന്റ്ലി ഡിസ്കസിങ് അസർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻ അവർ റൗണ്ട് ടേബിൾ സെഷൻസ്, സോ ദാറ്റ് നിങ്ങൾക്ക് ആ ലേണിംഗ് പ്രോസസ് വൃത്തിക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കുക നിങ്ങൾ, ഗാഗർ ഹക്ര റിവർ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് ആരാണ്? CF ഓൾദാം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്, ഒരു ആർക്കിയോളജിസ്റ്റ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ജസ്റ്റ്
ഫൈൻ. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നിങ്ങൾ സാധാരണ രീതിയിലുള്ള ഒരു ക്ലീശ പഠനം പഠിച്ചു കഴിഞ്ഞാൽ മാത്രം ക്ലിയർ ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് അല്ല റീസെന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ഡിസ്കഷൻ ആണ് ബേസിക്കലി. നിങ്ങൾക്ക് അത് വിശ്വാസം വരുന്നില്ലെങ്കിൽ നോക്കുക. അസർഷൻ റീസൺ വരും. സിമിലർലി സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 ക്വസ്റ്റ്യൻസ് വരും. ദെൻ 5 സ്റ്റേറ്റ്മെന്റോ 4 സ്റ്റേറ്റ്മെന്റോ ചോദിക്കും. അതുപോലെ സൈറ്റുകൾ റിവർ ചോദിക്കാം, സൈറ്റ്സും റിവേഴ്സും ചോദിക്കാം, സൈറ്റ്സും എക്സ്കവേഷൻ ചെയ്തിട്ടുള്ള ആർക്കിയോളജിസ്റ്റിന്റെ പേരുകൾ ചോദിക്കാം. ഇങ്ങനെ പലതും ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. പക്ഷെ ഇവിടെ കണ്ടോ, ഒന്നുകൂടി വേറെ രീതിയിലുള്ള ചില ചോദ്യങ്ങളും വരുന്നുണ്ട്. ഗാഗർ ഹക്ര റിവർ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ജസ്റ്റ് മുന്നോടിയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്ന ആൾക്കാർ ആരാണെന്നുള്ളത്. അതുപോലെ യു മൈറ്റ് ഹെഡ് അബൌട്ട് ദിസ് പേഴ്സൺ ജിം ഷേഫർ പോലെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ പേരുകൾ വെച്ചിട്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാന്നുള്ള. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ എന്ത് ചെയ്യണം, അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ഭാഗത്ത് നിന്ന്. ഓക്കെ, മൂവിങ് ഫോർവേഡ്. വേദിക് ഏജ് നിങ്ങൾക്ക് അറിയാം, കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ലിറ്ററേച്ചർ ഓറിയന്റഡ് ആണ്. വെൻ ഐ സേ ലിറ്ററേച്ചർ ഓറിയന്റഡ്, അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ചില കാര്യങ്ങൾ എന്താ, കൂടുതൽ നമുക്കൊന്നും സാധാരണക്കാരന് പ്രത്യേകിച്ച് ഹിസ്റ്ററി സാധാരണ രീതിയിൽ പഠിച്ച ഒരാൾക്ക് മനസ്സിലാകാത്ത രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. എസ്പെഷ്യലി അത് റിലീജിയസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാകാം, വേദങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാകാം. ഇവിടെ കണ്ടോ, ഇവിടെ ടെർമിനോളജി വരുന്നുണ്ട്. ഒരു ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് വ്രജപതി എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് 5 ഓപ്ഷൻ തന്നിട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, അതാണ് ABCDE എന്ന് പറയുന്നത്. ദെൻ ഗൃഹ്യസൂത്ര എന്ന് പറയുന്നത് റിലീജിയസ് ടെക്സ്റ്റ് ആണ്. അങ്ങനെ സൂത്രങ്ങള്, ടെക്സ്റ്റുകള് വേദിക് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന 4 വേദങ്ങളോ ബ്രഹ്മണാസോ ആരണ്യകോസോ ഉപനിഷത്തോ അല്ലാതെ അതിനേക്കാൾ അപ്പുറത്തോട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് കുട്ടികൾ കൺഫ്യൂഷൻ ആകും. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. അങ്ങനത്തെ എല്ലാ ബുക്കുകളും നമുക്ക് പഠിച്ചെടുക്കാൻ ലിമിറ്റേഷൻ ഉണ്ട്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണം. അപ്പൊ നിങ്ങൾ എല്ലാം പഠിച്ചെടുക്കലല്ല ആക്ച്വലി നെറ്റ് എക്സാമിനേഷന്റെ കഴിവ് എന്നുള്ളത്. ഞാൻ പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾക്ക് ഒരു ഗുഡ് ക്വാളിറ്റിയിൽ ഒരു 110 മുതൽ 120 മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ 2 വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ? ബാക്കിയുള്ള ഒരു 60 മുതൽ 70 മാർക്ക് അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഒരു 80 മാർക്കോളെങ്കിലും നിങ്ങൾക്ക് മറ്റൊരിടത്ത് നിന്ന് കിട്ടുന്നുണ്ടോ? പേപ്പർ 1 നിന്ന് കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കോൺഫിഡന്റ് ആയിട്ട് എക്സാമിനേഷൻ ഇറങ്ങി വരാണ്ടി പറ്റും. അപ്പൊ അതിനുള്ള പണിയാണ് നിങ്ങൾ ഈ 2 മാസം എടുക്കേണ്ടത്. ഈ 2 മാസം ഈ പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? ഈ സെഷൻ നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ. പിന്നെ PGW കൾച്ചർ നിങ്ങൾക്കറിയാം, പെയിന്റഡ് ഗ്രേ വെയർ എന്ന് പറയുന്നത്. അപ്പൊ ആ കൾച്ചറിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്, അതിന്റെ ഫീച്ചേഴ്സ്, എക്സ്കവേഷൻ നടന്ന പീരിയഡ്, എക്സ്കവേറ്റേഴ്സ്. നോക്കി ഇവിടെ ചോദിച്ചിരിക്കുന്ന 5 സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻസിൽ വരുന്ന സമയത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സ്കവേറ്റേഴ്സിന്റെ പീരീഡാ. 1930കളുടെ സമയത്ത് എക്സ്കവേഷൻ നടന്നു. ആരൊക്കെ നടത്തി, എവിടുന്നാണ്, ഏതൊക്കെ സിറ്റീസ് എന്നാണ് കണ്ടെത്തുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ടെൽ മി ഗൈസ്, വാട്ട് ഈസ് PGW കൾച്ചർ ഇൻ അതർ വേർഡ്സ്? മറ്റൊരു വാക്കിൽ PGW കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ജസ്റ്റ് ട്രൈ ടു കമന്റ്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയാലോ. അപർണ, വെരി ഗുഡ്. ദാറ്റ് ഈസ് അയൺ ഏജ് എന്ന് വിളിക്കുന്ന ഒരു പെർട്ടിക്കുലർ പീരീഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ലേറ്റർ വേദിക്കിന്റെ പീരീഡ് ആണ് എന്നൊക്കെ നമുക്ക് പറയേണ്ടി പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട്. ഓക്കെ. ദെൻ മറ്റൊരു ചോദ്യം ചോദിച്ചു നോക്കിക്കേ, ഒന്നുകൂടെ ടഫ് ആയിട്ടുള്ള, അതായത് ഈ വേദിക് ഏജിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന നോർമൽ ടോപ്പിക്സ് ഉണ്ട്. നോർമൽ ടോപ്പിക്സ് ആണ് അല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ നോർമൽ ടോപ്പിക്സ് അല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പഠനം മുന്നോട്ട് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചോദിച്ചാല് 4 വേദങ്ങൾ, ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ, ഫീച്ചേഴ്സ്, ഹിംസ്, ആരൊക്കെയാണ്, ഇങ്ങനെ പേരുകൾ ഇങ്ങനെ പഠിച്ച് നിങ്ങൾ അവസാനിപ്പിക്കും. ദാറ്റ് ഇൻഫർമേഷൻ ബേസിക്കലി ഡസ് നോട്ട് സഫിഷ്യന്റ് ഫോർ ദിസ് എക്സാമിനേഷൻ, സിൻസ് അതിനേക്കാൾ അപ്പുറത്തോട് ചോദിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ അതിനേക്കാൾ അപ്പുറത്തോട് മാത്രമാണോ പഠിക്കേണ്ടത്? അല്ല. ഡെഫിനറ്റ്ലി യു ഷുഡ് സ്റ്റഡി ദ ബേസിക് തിങ്സ് ഫസ്റ്റ്, എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് സിമിലർലി സം അതർ ക്വസ്റ്റ്യൻ, ഐത്തരേയ ആൻഡ് സത്രത ബ്രഹ്മണാസ്, അവര് അശ്വമേധം നടത്തിയിട്ടുള്ള ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രാജാവ് ആരാണ്? ഹു കണ്ടക്ടഡ് ആക്ച്വലി ദിസ് അശ്വമേധ? അങ്ങനെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ചില ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് അശ്വമേധം തന്നെ കൃത്യമായിട്ട് എപ്പോഴാണ് നടന്നത് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഐത്തരേയ ബ്രാഹ്മണൻ, സതപഥ ബ്രാഹ്മണ, അശ്വമേധത്തെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ചില റെഫറൻസിലുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇരിക്കുമ്പോൾ PG പഠിക്കുന്ന സമയത്ത് യു ഹാവ് ടു ഫോക്കസ് ഓൺ സംതിങ് വെരി വെൽ. അതുപോലെ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് വേദിക് കാലഘട്ടം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗോഡ്സും അതിന്റെ റോളും, ദൈവങ്ങളും അവരുടെ റോളുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അപ്പൊ വിൽ ബി ഹാവിംഗ് സം കൈൻഡ് ഓഫ് ഡിസ്കഷൻ ഓവർ ഹിയർ ലേറ്റർ. ഓക്കെ. ദെൻ മഹാജനപദാസ്, നമുക്കറിയാം 16 മഹാജനപദാസ് ഉണ്ട്. പക്ഷെ ഇവർ ചോദിക്കുന്ന ചോദ്യം നോക്കിക്കേ, മഹാജനാസിലെ നന്ദാസ് ഉണ്ട്. നന്ദാസിനെ കുറിച്ച് നമുക്ക് ബേസിക്കലി നോക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതിന് പുറമെ വി കൻ സി നന്ദാസ് ഹാഡ് ഇനോർമസ് വെൽത്ത് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന തമിഴോദർ ആരാണ് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 5 ഓപ്ഷൻ തന്നിട്ട്. ദെൻ രാജ്പുര, ദ്വാരക ടൗണുകൾ എവിടെ ഉണ്ടായിരുന്നത്? കാശ്മീരിന്റെ സൗത്തിലെ ഭാഗമായിട്ട് കമ്പോജയുടെ അടുത്താണ് ഉണ്ടായിരുന്നത്. ഓക്കെ. ദെൻ പൊളിറ്റിക്കൽ ഇവന്റ്സ്, അലക്സാണ്ടറിനെ വെച്ചിട്ടുള്ള പൊളിറ്റിക്കൽ ഇവന്റ്സ് വെച്ചിട്ട്
ഞാൻ പറയുന്നു ക്രൊണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ടൈം ടു ഗോഡ് ലൈക്ക് ഈസി ടു ആൻസർ. ഇത് ആൻസർ വേണ്ടി പറ്റും. പക്ഷെ ക്രൊണോളജി അവർ ചോദിക്കുന്നത് ഗാന്ധിയുടെ ചമ്പാരൻ സത്യാഗ്രഹ, ഗാന്ധിയുടെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഗാന്ധിയുടെ പിന്നെ സിവിൽ ഡിസോബിയൻസ് മൂവ്മെന്റ്, ഇതെന്നാണെന്നല്ല ചോദിക്കുക. ഗാന്ധി ഇന്ന സ്ഥലത്ത് പോയപ്പോ ഇന്ന ആളെ കണ്ടുമുട്ടി അങ്ങനെയാണ് ചോദിക്കുന്നത്. ഐ വിൽ കം ടു ദാറ്റ് വെൻ വി ഡിസ്കസ് മോഡേൺ ഇന്ത്യ. അപ്പൊ അങ്ങനത്തെ ക്രൊണോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾ സിമ്പിൾ ക്രൊണോളജി ആണ് വിചാരിക്കാതെ കുറച്ചുകൂടെ ഇൻഡെപ്തിലോട്ട് പോയിട്ടുണ്ട് അതൊക്കെ. അപ്പൊ ആ രീതിയിൽ ഇവന്റുകൾ, അതിന്റെ സംഭവങ്ങൾ, ഇമ്പാക്റ്റുകളൊക്കെ വെച്ചിട്ടാണ് ക്രൊണോളജി ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ മഹാജനദാസ് അറിഞ്ഞിരിക്കാനും ശ്രമിക്കുക. ഓക്കെ, ഇവിടെ ഈ മഹാജനദാസിന്റെ സിറ്റീസ് പഠിക്കുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇനി ബുദ്ധിസം ആൻഡ് ജൈനിസം. ബുദ്ധിസം ആൻഡ് ജൈനിസം ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് എന്തായാലും ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രം ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മിഡീവിൽ പറഞ്ഞ സമയത്ത് ഡൽഹി സൽത്തനറ്റ് മുഗൾസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ 10+ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അഷ്വർ എന്ന് പറഞ്ഞില്ലേ. എന്ന പോലെ ബുദ്ധിസം ആൻഡ് ജൈനിസം ടോട്ടലി ഈ ഒരു പീരീഡ് ഫുള്ള് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ഏറ്റവും ചുരുങ്ങിയത് കിട്ടുന്നുള്ള. 3-4 ക്വസ്റ്റ്യൻ അല്ലേ സാർ, പോട്ടെ, അങ്ങനെ നീ തോൽക്കും. പക്ഷെ ഏറ്റവും കോറായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് നോക്കുക എന്നുള്ള. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കിക്കേ. മഹായാന ബുദ്ധിസത്തിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് വെച്ചിട്ട് 4 സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ബുദ്ധിസ്റ്റ് സെക്റ്റുകൾ, അതിന്റെ ലിറ്ററേച്ചർ, അതായത് ഒരു ലിറ്ററേച്ചർ തന്നിട്ട് ഇത് ഏത് ബുദ്ധിസ്റ്റ് സെക്റ്റിന്റെ കീഴിൽ വരുന്നതാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ജൈൻ ലിറ്ററേച്ചർ ചോദിച്ചിട്ടുണ്ട്. ഇന്ന ബുക്ക് വന്നിട്ട് ജൈൻ ലിറ്ററേച്ചർ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ജൈൻ ലിറ്ററേച്ചറിന്റെ ഓപ്ഷൻസ് പാത, ആ വേഴ്സസ് എത്ര ഉണ്ട്? 35 ജാതക സ്റ്റോറീസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട. അപ്പൊ അങ്ങനത്തെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ലങ്കാവതാര ആൻഡ് വൈബുല്യ സൂത്രാസ്, ഇത് എന്തുമായി ബന്ധപ്പെട്ടാന്ന് ആർക്കെങ്കിലും അറിയോ? ലങ്കാവതാരം ഇനി ഐഡിയ? ചാറ്റ് ചെയ്തോളൂ. ഞാൻ നിങ്ങളുടെ ഐഡിയ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന്, അറിയില്ലെങ്കിൽ അറിയില്ല. രണ്ടും ഐഡിയ ഒക്കെ തന്നെയാണ്. അന്തം വിട്ടിരിക്കേണ്ട. എന്തിലേക്ക് യു ക്യാൻ ടെൽ മീ എനിത്തിങ്. വി ആർ ഹാവിംഗ് ഡിസ്കഷൻ. യാ, താങ്ക് യു സിദ്ദത്തുൽ മുത്തഹ. അറിയില്ല എന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് ഗ്രേറ്റ്. യാ, ബുദ്ധ ഇൻകാർണേഷൻ. ഓക്കെ, ലങ്കാവതാര. ബേസിക്കലി ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ബുദ്ധിസം അറ്റ്ലീസ്റ്റ്. അത്ര മതി എനിക്ക്, അത്ര പോയിന്റ് മതി. ബുദ്ധിസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ കുറച്ച് സെൻസ് ഉണ്ടെങ്കിൽ തന്നെ ആൻസർ വേണ്ടി പറ്റും. ദെൻ ബുദ്ധിസത്തിന്റെ ഫീച്ചേഴ്സ്, സെക്ട്, ഇവന്റുകൾ വെച്ചിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ 5 സ്റ്റേറ്റ്മെന്റുകളും ഓപ്ഷൻസും വെച്ചിട്ടൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ പരീക്ഷകൾ തലറങ്ങി വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം എന്താ, നമ്മൾ കേൾക്കാത്ത പേരുകൾ, സംഗതികളാണ്. പക്ഷെ 5 സ്റ്റേറ്റ്മെന്റുകൾ വരുമ്പോൾ എന്ത് ചെയ്യണം, ക്രൊണോളജി വരുമ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. 1 സെഷൻ യു മൈറ്റ് ഹാവ് പ്രാക്ടീസ് ഡ്യൂറിംഗ് അവർ ലാസ്റ്റ് റൗണ്ട് ടേബിൾ സെഷൻ. നമ്മുടെ ലാസ്റ്റ് ലൈവ് സെഷൻ ആയിട്ടുള്ള റൗണ്ട് ടേബിൾ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും. സിമിലർ ടു ദാറ്റ് 5 സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് അറിയില്ലെങ്കിലും 5 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിൽ 1-2 അറിയുണ്ടാവുള്ളൂ. പക്ഷെ ബാക്കിയുള്ളതിനെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒടിച്ച് വളച്ച് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് അൺനോൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഡോണ്ട് വെറി, ഞാൻ ഇതിനൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു സാധനം കൂടി പ്രസന്റ് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഇനി മൗര്യൻ എംപയറും പോസ്റ്റ് മൗര്യൻ പീരീഡും. മൗര്യൻ എംപയർ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? അശോകൻ ഇല്ലാതെ ഒന്നും പഠിക്കേണ്ട. ഓൾ റിലേറ്റഡ് വിത്ത് അശോക, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് കരുതിയിട്ട് ചന്ദ്രഗുപ്ത മൗര്യനെ മറക്കാൻ പറ്റുമോ? ബിന്ദുസാരനെ മറക്കാൻ പറ്റുമോ? പറ്റില്ല, ചെയ്യരുത്. കുറച്ച് ബേസിക് കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കണം. അവിടുത്തെ ക്രോണോളജിയും പഠിച്ചു വെക്കണം. നമ്മൾ ക്ലാസ് റൂമിൽ ഡീറ്റെയിൽഡ് ഡിസ്കസ് ചെയ്ത് പോയതാണ് അതൊക്കെ. കൂട്ടത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് നൽകേണ്ട ആരാണ്? അശോകാണ്. അശോകന്റെ റോക്ക് എഡിക്റ്റ് നിങ്ങൾ നോക്കണം, സെപ്പറേറ്റ് റോക്ക് എഡിക്റ്റ് നോക്കണം. അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ്, ടൈറ്റിൽ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മോങ്കുമാർ, ദെൻ മൈനർ റോക്ക് എഡിക്റ്റുകളും അതിന്റെ ലൊക്കേഷനുകളും, 5th പില്ലർ എഡിക്റ്റും അതിന്റെ അനിമൽ സാക്രിഫൈസിന്റെ പ്രാധാന്യം അസർഷൻ റീസണിൽ വരെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്ക്. 4 സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നുണ്ട്, 5 സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നുണ്ട്, മാച്ച് ദി പെയർ ചോദിക്കുന്നുണ്ട്, അസർഷൻ റീസൺ ചോദിക്കുന്നുണ്ട്. അപ്പൊ ലൊക്കേഷൻസ് വരുമ്പോൾ കൂടുതലും മാച്ച് ദി പെയർ തന്നെയാണ് കൂടുതൽ വരുന്നത്. ബാക്കിയുള്ളടത്ത് 5 സ്റ്റേറ്റ്മെന്റ്, 4 സ്റ്റേറ്റ്മെന്റ്, ദെൻ അസർഷൻ റീസൺ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക, മൈൻഡ് ആക്കുക, മിസ്സാക്കാതിരിക്കുക. മൗര്യൻ എംപയർ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടി. അശോകൻ ഇല്ലാതെ ഇത് നീങ്ങത്തില്ല, അക്ബർ ഇല്ലാതെ മിഡീവൽ നീങ്ങത്തില്ല. അക്ബർ നമ്മൾ ഡീറ്റെയിൽഡ് ഡിസ്കസ് ചെയ്ത ആൾക്കാരാണ്. നൗ പോസ്റ്റ് മൗര്യൻ പീരീഡ്. പോസ്റ്റ് മൗര്യൻ പീരീഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കനിഷ്കയെ കുറിച്ചാണ്. കാരണം കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത് അവിടുന്ന. അപ്പൊ റബാത്തൊക്കെ ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, ക്രോണോളജി ഉണ്ട്. ഓരോ ആൾക്കാരുടെ ആ കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്ന വർക്കുകൾ വെച്ചിട്ടുള്ള ഒരു ക്രോണോളജി ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, സാധാരണ നിങ്ങൾ തരുന്ന പോലെ ഇവന്റുകൾ മാത്രം ആകണമെന്നില്ല ക്രോണോളജിയിൽ. ചില ഓതേഴ്സ് എഴുതിയിരിക്കുന്ന ചില വർക്കുകൾ വെച്ചിട്ട്, കാരണം ആ വർക്കിൽ എഴുതുന്ന ഓതറുടെ ഒരു പീരീഡ് ഉണ്ടാവും, അതൊക്കെ വെച്ചിട്ട് ലിങ്ക് ചെയ്തിട്ട് ഡിറൈവ് ചെയ്യേണ്ട ആൻസേഴ്സ് വരെ നെറ്റിൽ ഇപ്പോൾ ചോദിച്ചു തുടങ്ങുന്നുണ്ട്. ദെൻ കനിഷ്കയുടെ കോയിനേജ് വെച്ചിട്ട് മൊണാസ്ട്രി അദ്ദേഹം പെഷ്വാറിൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിസ്റ്റ് ഫിലോസഫേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടുള്ള 5 സ്റ്റേറ്റ്മെന്റിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഒബ്വിയസ്ലി
നിങ്ങൾ ഓരോ ടോപ്പിക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില വ്യക്തിത്വങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. നാഗാർജുന കൊണ്ട് ഇൻസ്ക്രിപ്ഷനെ കുറിച്ചും 5 സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് സംതിങ് വെരി ഇമ്പോർട്ടന്റ് ആ. വിൽ ബി ഫൈനലി സമ്മറൈസിങ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് സമ്മറൈസ് ചെയ്യാനും നോക്കാം. സംഗമേജ് എന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ കളക്ട് ചെയ്ത് ആഡ് ചെയ്ത് വെച്ചിട്ടില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾ സംഘം കാലഘട്ടത്തിൽ പൊളിറ്റി, സൊസൈറ്റി, മോർ ഇമ്പോർട്ടന്റ് എക്കണോമി നോക്കണം. എക്കണോമി നോക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ദ പേൾ ഫിഷിംഗ് പോർട്ട് എന്ന് പറയുന്ന പോർട്ട് ഏതാണെന്നുള്ളത്. തമിഴ്നാടിന്റെ ഭാഗത്തുള്ള ഒരു പോർട്ട് ഉണ്ട്. ആ പോർട്ടിന്റെ പേരെന്താണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ദെൻ ഗുപ്ത കാലഘട്ടത്തിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ, ഗുപ്ത കാലഘട്ടത്തിൽ ഈ അനാലിസിസ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഗുപ്ത കാലഘട്ടത്തിൽ ഒന്ന് എല്ലാ രീതിയിലും ചോദിക്കാറുണ്ട്. ലൈക്ക് ഗുപ്തയുടെ ഹിസ്റ്ററി വെച്ചിട്ട് ചോദിക്കാറുണ്ട്. നമ്മൾ മൗര്യലിസ് അതിൽ അത്ര കണ്ടിട്ടില്ല, പക്ഷെ ഗുപ്തയിലെ എല്ലാ സ്ഫിയറും തൊടുന്നുണ്ട് അവര്. അപ്പൊ അൽബറൂനിയുടെ കിതാബുൽ ഹിന്ദിലാണ് ആക്ച്വലി ഗുപ്ത കാലഘട്ടത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് പറയുന്നത്. എസ്പെഷ്യലി 319 AD എന്നുള്ള റെഫറൻസ് കിട്ടുന്ന അവിടെ നിന്നാണ്. ഫസ്റ്റ് എപ്പിഗ്രാഫിക് എവിഡൻസ് ഓഫ് സതി, അത് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? ഇനിപടി സതിയുടെ എവിഡൻസ് യാ വെരി ഗുഡ് യാ fine yeah my students, thank you. Iranian inscription, right? Iranian inscription. Then lowest percentage of gold, ആരുടെ കാലഘട്ടത്തിലാണ് ഗോൾഡ് ഏറ്റവും ലോവസ്റ്റ് പെർസെന്റേജിൽ ഉണ്ടാവുക? അത് ലോജിക്കാണെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വീക്ക് റൂളർ ആരാണോ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ആരാണോ അയാളുടെ കാലഘട്ടത്തിലായിരിക്കും ബേസ്ഡ് ഓൺ ദ ഓപ്ഷൻസ് ഗിവൺ. അപ്പൊ അങ്ങനത്തെ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലോവസ്റ്റ് പെർസെന്റേജ് ഓഫ് ഗോൾഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും. വിഷ്ണുഗുപ്തയാണ് ഉത്തരം വരുന്നത്. ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ മറ്റു ചില പേരുകൾ എന്തൊക്കെയാണ്? അത് ടൈറ്റിൽ മാത്രമല്ല, ടൈറ്റിൽ അല്ലാത്ത ചില പേരുകൾ കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത സമയത്ത് ഞാൻ നിങ്ങൾക്ക് മാർക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇന്ന പേരുകളൊക്കെ പഠിച്ചു വെക്കണം എന്നുള്ളത്. ദെൻ ബിത്താരി ഇൻസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. ബിത്താരി ഇൻസ്ക്രിപ്ഷന്റെ സിഗ്നിഫിക്കൻസ് ഞാൻ പറഞ്ഞില്ല, കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള കാര്യം. കൃഷ്ണൻ അമ്മയായിട്ടുള്ള ദേവകിയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ അത് പറയുന്ന ഇൻസ്ക്രിപ്ഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നതാണ് ബിത്താരി ഇൻസ്ക്രിപ്ഷൻ. സാധാരണ അങ്ങനെ ചോദിക്കാറില്ല, ഇത് വൺ ഓഫ് ദി ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഗുപ്തയുടെ ഫാമിലി എംബ്ലത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്താ ഗുപ്തയുടെ ഫാമിലി എംബ്ലം അല്ലെങ്കിൽ റോയൽ എംബ്ലം എന്ന് പറയുന്നത് ഏത് അനിമലാ? യാ വെരി ഗുഡ്, ദാറ്റ് ഈസ് ഗരുഡ അല്ലേ? അപ്പൊ ആ ഗരുഡനാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. നമുക്ക് ഇവിടെ എല്ലാ രീതിയിലുണ്ട്. ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗുപ്ത കഴിയുമ്പോൾ പോസ്റ്റ് ഗുപ്തയുടെ ഏർലി മീഡിയയിലെ കുറച്ച് ടോപ്പിക്സ് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് ആര് തന്നെയാണ്? ഹർഷയാണ്. ഹർഷന്റെ ചോദിച്ചിരിക്കുന്നത് ഹർഷൻ ഭരണത്തിൽ വരാൻ വേണ്ടി ഹർഷനെ ഇൻവൈറ്റ് ചെയ്തത് ആരാണ് എന്നുള്ള ചോദ്യം ചോദിക്കും. ദെൻ രാജതരംഗണി സോഴ്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസറിനെ കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ഹർഷന്റെ ആ ടോപ്പിക്കിന്റെ ബാക്കിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്യാത്തത്. ദെൻ ചോളന്മാരുടെ ക്രോണോളജി റൂളേഴ്സിന് ചോദിക്കാറുണ്ട്. ഇൻവോൾവ്മെന്റ് ഓഫ് ലേഡീസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ആസ് എ ഫീച്ചർ ഓഫ് ഹൂം? സൗത്ത് ഇന്ത്യയിലെ ഏത് ഡൈനാസ്റ്റിയിലാണ് നമുക്ക് ലേഡീസിനെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന്റെ ഉത്തരം അന്ന് ഓപ്ഷൻസിൽ ചാളുക്യന്മാരുള്ളത് കൊണ്ട് ചാളുക്യന്മാരായിരുന്നു. വി കൻ സി ലൈക്ക് പാണ്ഡ്യാസിനെ കുറച്ച് കാണാൻ പറ്റും കേട്ടോ. ഫൈൻ. ഇനി അതർ ടോപ്പിക്സ് ആണെന്ത്? ഇത് മൈനർ ആയിട്ട് ചോദിക്കുന്നതാണെങ്കിൽ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ആർക്കിയോളജിക്കൽ ഡേറ്റിംഗ് മെത്തേഡ്, നമ്മളറിയാം C14 ഇങ്ങനത്തെ കാർബൺ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ബേസിക് ഇൻഫർമേഷൻ വേണം. ബേസിക് മതി, ഇൻഡെപ്തിലോട്ട് പോകണ്ട. ദെൻ സം അതർ വർക്ക്സ്, ഈ പ്രബോധ ചന്ദ്രോദയ എന്ന് പറയുന്ന 11ാം നൂറ്റാണ്ടിലും വർക്ക് ഉണ്ട് കൃഷ്ണ മിശ്രയുടെ. അതിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പോയറ്റ് ഒറ്റക്കുത്തൻ എന്ന് പറയുന്ന തമിഴ് പോയറ്റ് ആണ്. ഓക്കെ, ഈ ഒരു 12ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോയറ്റാ. അപ്പൊ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ വെച്ചിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകൾ, ഒന്ന് ആൻഷ്യന്റ് ഇന്ത്യയിലെ സ്കോളേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവരുടെ ലിറ്ററേച്ചർ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇൻസ്ക്രിപ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. മേജർ കിങ്സ് ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ടൈറ്റിലുകൾ ഇമ്പോർട്ടന്റ് ആണ്. കോയിനേജ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഉണ്ട്. ബാക്കി ഞാൻ റെസ്റ്റ് ഓഫ് ദ തിങ്സ് ഐ ഹാവ് ഷോർട്ട് ലിസ്റ്റഡ്. നിങ്ങൾ നിർബന്ധമായിട്ടും നെറ്റ് എക്സാമിനേഷന് പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമം ഉണ്ടാവുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആൻഷ്യന്റ് ഇന്ത്യയിൽ പഠിക്കണം. നിങ്ങൾ നോക്കിക്കേ, സ്റ്റോൺ ഏജ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദിക്, മഹാജനപദാസ്, ബുദ്ധിസം, ജൈനിസം, മൗര്യൻ, പോസ്റ്റ് മൗര്യൻ, ഗുപ്ത, സംഘം, പോസ്റ്റ് ഗുപ്ത, ദെൻ അതർ ടോപ്പിക്. ഏറിപ്പോയാൽ നിങ്ങൾക്ക് ഒരു 10 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ആ 10 ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് ഓൺ ആൻ ആവറേജ് ഒരു 30 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ, അതായത് ആൻഷ്യന്റ് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം 30 ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അല്ലെങ്കിൽ 25 to 35 വരും. മിഡിവൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഡേണും ചോദിക്കും ഏറ്റവും ചുരുങ്ങിയത് ഒരു 25 to 30 ക്വസ്റ്റ്യൻസ്. 30 തന്നെ എക്സ്പെക്ട് ചെയ്തോ, 30 ക്വസ്റ്റ്യൻസ് തന്നെ എക്സ്പെക്ട് ചെയ്തോ. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് മോഡേൺ ഇന്ത്യയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നേരത്തെ അമ്പിളി ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന സമയത്ത് 10 യൂണിറ്റ് ആണുള്ളത്. അപ്പൊ 10 യൂണിറ്റിനെ എങ്ങനെ അലൈൻ ചെയ്യണം, അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കണം. അപ്പൊ ഒരു 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻഷ്യന്റിൽ നിന്ന് വരുന്നു ഇങ്ങനെ വിചാരിച്ച് അവിടെ മാറ്റി വെക്ക്. മിഡീവലിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 25 to 35 ക്വസ്റ്റ്യൻസിനകത്ത് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്.
നമ്മൾ ആ പ്രധാനപ്പെട്ട ടോപ്പിക്സും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തൽക്കാലം ഇപ്പൊ ഇന്നിപ്പോൾ അതിലോട്ട് പോകുന്നില്ല. വി ഓൾറെഡി മേഡ് എ ബ്യൂട്ടിഫുൾ ഡിസ്കഷൻ ഓൺ മിഡീവൽ ഇന്ത്യ കഴിഞ്ഞ പ്രാവശ്യം. നല്ലൊരു ടൈം എടുത്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? നൗ വി ആർ ഗോയിങ് ടു മോഡേൺ ഇന്ത്യ. അപ്പൊ മോഡേൺ ഇന്ത്യയുടെ ഒരു കാര്യം കൂടെ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ഇവിടെ പറഞ്ഞുതരാം. മോഡേൺ ഇന്ത്യ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഞാനിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പഠനത്തിന്റെ കൺവീനിയൻസിന്റെ ഭാഗമായിട്ട് യു ക്യാൻ സീ ദ യൂറോപ്യൻസ് ഇൻ ഇന്ത്യ. യൂറോപ്യൻസ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷ് എക്സ്പാൻഷൻ. അതിന് ഞാൻ ബ്രിട്ടീഷ് എക്സ്പാൻഷൻ നമ്മൾ പൊളിറ്റിക്കൽ ആകാം, അതായത് ബാറ്റിൽസ് ആകാം, അവരുടെ പോളിസികളാകാം, ലെജിസ്ലേഷൻസ് ആകാം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. 1857 റിവോൾട്ടിന് സ്പെസിഫിക്കലി ചെറിയ ഇമ്പോർട്ടൻസ് കൊടുത്തു. ദെൻ പെസന്റ് ആൻഡ് ട്രൈബൽ റിവോൾട്ടുകൾ ഉണ്ട്. ദെൻ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആൻഡ് വൈസ്രോയ് ആസ് സച്ച്. പലപ്പോഴും ചോദിക്കാറില്ല, ഉണ്ടെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് എക്സ്പാൻഷന്റെ കൂടെ വെച്ചിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണത്. ദെൻ സോഷ്യൽ റിഫോർമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആസ് സച്ച് ചോദിക്കാറില്ല, മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 മുതൽക്ക് 1947 വരെയുള്ള പീരിയഡിൽ ഗാന്ധിയൻ ഫേസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം മൈനർ ടോപ്പിക് ആയിട്ട് ദ മേജർ ലീഡേഴ്സ് ദർ കോൺട്രിബ്യൂഷൻസ്, മേജർ ലീഡേഴ്സ് ദർ ഓർഗനൈസേഷൻസ് എന്ന രീതിയിലാണ് ചോദിക്കുക. സ്പെസിഫിക്കലി വരുന്നത് മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ. കാരണം നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ 1-2 പ്രാവശ്യമായിട്ട് VD സവർക്കർ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളത്. അത് പൊളിറ്റിക്സ് ഉണ്ട്. ഒബ്വിയസ്ലി ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പൊളിറ്റിക്സും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ പഠിക്കാണ്ടിരിക്കുന്നു വേണ്ട. അത് അവരുടെ ഉദ്ദേശം അത് തന്നെ, നമ്മൾ ആ വ്യക്തിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? VD സവർക്കറിനെ കുറിച്ച് ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. അതിൽ ഞങ്ങൾ ഇന്ന രാഷ്ട്രീയക്കാരാണെന്ന് വിചാരിച്ചിരിക്കേണ്ട. നമ്മളുടെ ഉദ്ദേശം ഇത് ക്ലിയർ ആക്കുക എന്നുള്ള. ചില ആൾക്കാർ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്ന സമയത്തായിരിക്കും ചില കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. എന്ന രീതിയിൽ പഠിച്ചോ. കറാച്ചി സെഷൻ ഓഫ് മുസ്ലിം ലീഗ്, നിങ്ങൾ ജിന്നയെ പഠിക്കുക. അതേപോലെ ജിന്നയുടെ ആറ്റിറ്റ്യൂഡ് തുടക്കം ഉണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നു, പിന്നീട് നാഷണലിസ്റ്റ് ആയി മാറി, പിന്നീട് എങ്ങനെയാണ് കമ്മ്യൂണലിസ്റ്റ് ആയിട്ട് മാറുന്നത്, പാകിസ്ഥാന്റെ വക്താവായിട്ട് മാറുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ പരീക്ഷയ്ക്ക് വരുന്നതനുസരിച്ച് പഠിക്കുക. അല്ലാണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ആൻഷ്യന്റ് ഇന്ത്യയും മിഡീവൽ ഇന്ത്യയും എടുത്തിട്ട് നിങ്ങൾ ഒരുപാട് പഠിച്ചു, വയറൊക്കെ നിറഞ്ഞു നമ്മൾ പറയുന്ന പോലെ അത്രയും വിശാലമായിട്ട് നിങ്ങൾ പഠിച്ചു. മോഡേൺ ഇന്ത്യ ആണെങ്കിൽ അതിനേക്കാൾ വിശാലമാണ്. മോഡേൺ ഇന്ത്യ ഈസ് ദ മോസ്റ്റ് വാസ്റ്റസ്റ്റ് ഏരിയ ദാൻ ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ. അതിന് നമ്മുടെ കയ്യിലോട്ട് ഒതുക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ അത് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ചെയ്യാൻ പറ്റണം. കം ടു ദാറ്റ് പോയിന്റ്. ഞാൻ ഇൻ ബിറ്റ്വീൻ പറഞ്ഞു പോയതാണ്. ഗാന്ധിയൻ ഫേസ് ഉണ്ട്, ഗാന്ധി സ്പെസിഫിക്കലി നിങ്ങൾ പഠിക്കണം. ദെൻ ഓർഗനൈസേഷൻ ആൻഡ് മൂവ്മെന്റ്സ്. ഈ ടോപ്പിക്കൊക്കെ ആസ് സച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഫ്രീലി കിട്ടും. അപ്പൊ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഐ വിൽ ബി കമ്മിങ് ടു ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. So let me discuss with Europeans in India. Obviously, you guys know definitely what Portuguese, the Dutch, the English East India Company, the French, the Danes. Such kind of Europeans are actually going to come into India. സാധാരണ പഠിക്കുന്ന വാസ്കോ ഡ ഗാമ വന്നു പോയി എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തോട്ട് അവർ കൊണ്ടുവരുന്ന കാര്യങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ കണ്ടോ നിങ്ങൾ? പോർച്ചുഗീസ് മിഷനറി ഇൻ എഡ്യൂക്കേഷൻ. സിമിലർലി ഡച്ചുകാരുടേതുണ്ട് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത്. ഫ്രാൻസുകാർ എന്തൊക്കെ ചെയ്തു? അപ്പൊ ഇവരുടെ എഡ്യൂക്കേഷൻ മാത്രമല്ല, നമ്മൾ അല്ലാത്ത ഇവരുടെ ജനറൽ കോൺട്രിബ്യൂഷൻസ് കൂടെ മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഗ്രേറ്റ് തിങ്. യുവർ ലേണിംഗ് പ്രോസസ് വിൽ ബി കംപ്ലീറ്റ് ദർ. ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പഠിക്കുന്ന പോലെ കുറച്ച് ഹിസ്റ്ററീസും കുറച്ച് ലൊക്കേഷൻസും മാത്രം പഠിച്ചു പോകും. ദാറ്റ് ഷുഡ് നോട്ട് ബി യുവർ അപ്രോച്ച്. ആൻഡ് ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഇൻ ഇന്ത്യ, ഇത് വലിയ ടോപ്പിക്കാണ് ആക്ച്വലി. ഇത് നിങ്ങൾ വൃത്തിക്ക് പഠിക്കണം. ഈ 2 ടോപ്പിക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ ടോപ്പിക്കാണ്. അതായത് ദർ വി ഹാവ് സം കൈൻഡ് ഓഫ് പ്രയോറിറ്റൈസിങ്. കുറച്ച് ടോപ്പിക്ക് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. എല്ലാ ടോപ്പിക്സും പഠിച്ചു പോകാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി നോട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഏകദേശം 67ഓളം ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട് UGC നെറ്റ് പേപ്പർ 2 ഹിസ്റ്ററിയിൽ മാത്രം. അതിനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അത് പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ദെൻ ഇതിൽ ചോദിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങൾ നോക്കിയേ. ദ ലാൻഡ് സെറ്റിൽമെന്റ് ഓഫ് നോർത്ത് ഇന്ത്യ, അതിന്റെ ഫാദർ ആരെയാണ്? മേജർ ലെജിസ്ലേറ്റീവ് റിഫോംസ് ചോദിക്കുന്നുണ്ട്. അത് എങ്ങനെ ചോദിക്കുന്നത്? ക്രോണോളജി വെച്ചിട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പറയുന്ന മേജർ ലെജിസ്ലേറ്റീവ് റിഫോംസ്, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്, മേജർ ബാറ്റിൽസ് ആൻഡ് കമാൻഡേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഓരോ ക്രോണോളജി ബേസ് ചെയ്തിട്ടാ. അപ്പൊ നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെ ഇൻഫർമേഷൻ ആസ് സച്ച് പഠിക്കാതെ, ഇപ്പൊ നമ്മൾ മഹാജി സിന്ധ്യയെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ മഹാജി സിന്ധ്യയെ കുറിച്ച് ഒന്നുകൂടെ ഇൻഡെപ്ത് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ വായിക്കുന്ന ചില പുസ്തകങ്ങൾ മതിയാകാതെ വരും. എപ്പോ? നിങ്ങൾ നെറ്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത്. കാരണം നെറ്റ് എക്സാമിനേഷന് വേണ്ടി എഴുതിയിട്ടുള്ള പുസ്തകങ്ങളല്ല ഈ പറഞ്ഞിട്ടുള്ള ഒന്നുപോലും. നിങ്ങൾ വായിക്കുന്ന ഏതാവട്ടെ, ശേഖർ ബന്ദോപാധ്യായയുടെ പ്ലാസ്റ്റിക് ടു പാർട്ടീഷൻ ആവട്ടെ, സ്പെക്ട്രം ആവട്ടെ, ഗ്രോവറിന്റെ ബുക്കുകളാവട്ടെ, നിങ്ങൾ ഏത് എടുക്കുകയാണെങ്കിലും ഐ സിംപ്ലി സേ, നിങ്ങൾ പഠിക്കുമ്പോൾ നെറ്റ് എക്സാമിനേഷൻ അത് ഡിമാൻഡിങ് ആണോ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന രീതിയിലാണോ നമ്മൾ പഠിക്കുന്നത് നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് ഈ സിലബസ് അപ്ഡേഷൻസ് വരുന്ന സമയത്ത് ഈ പുസ്തകങ്ങൾ ചിലപ്പോൾ മതിയാകാതെ വരുന്നത്. ബട്ട് ദാറ്റ് ബുക്സ് ആർ വാട്ട്, നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ, ആ ടോപ്പിക് തരാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും നല്ല രീതിയിൽ, ഹിസ്റ്റോറിയൻസിന്റെ ബുക്ക് ആയതുകൊണ്ട്. പക്ഷെ നെറ്റ് എക്സാമിനേഷന് ആ ഇൻഫർമേഷൻ മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. അത്
ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ തെളിവ് തന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ബുക്കുകൾ പോവുക. നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയേക്കാം, പക്ഷെ ബാക്കിയുള്ള 4 ഇൻഫർമേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ പോളിസീസ് ആസ് തിയറീസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ലേസസ് തിയറി, ലേസസ് ഫെയർ പോളിസി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ വാട്ട് ഇസ് സ്കോട്ടിഷ് ഫിലോസഫി ഇൻ മോഡേൺ ഇന്ത്യ. അപ്പൊ അങ്ങനത്തെ കുറച്ച് തിയറീസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക് കൂടെ ഉണ്ട്. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. 1857 റിവോൾട്ട് നോക്കുവാണെങ്കിൽ റീസെന്റ് ചോദിച്ചിരിക്കുന്ന ചില ടോപ്പിക്കാ. ചീരോസ് ആൻഡ് കൈരവാസ് ഓഫ് പലമാവ് അവരുടെ ലീഡർഷിപ്പ് നൽകിയിട്ടുണ്ടായിരുന്ന ആരാണ് ഇൻ 1857 റിവോൾട്ട്. ദെൻ 1857 റിവോൾട്ട് നിങ്ങൾ സാധാരണ പഠിക്കുന്ന പോലെ പഠിച്ചാൽ പോരാ, അതിന്റെ ഓരോ ഇവന്റും ഓരോ ഫേസുകളും പഠിക്കണം നിങ്ങൾ. കാരണം അവിടെ ക്രോണോളജി ചോദിച്ചിട്ടുണ്ട്. ദെൻ ഹിസ്റ്റോറിയൻസിന്റെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് അതിനെ കുറിച്ചുള്ളത്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും. ദെൻ പെസന്റ് ആൻഡ് ട്രൈബൽ റിവോൾട്ടുകൾ, ഇത് വലിയ ടോപ്പിക്കാണ്. ഇവിടെ ചില ചോദ്യങ്ങൾ ചോദിച്ചുണ്ടോ, ആനന്ദമതത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ദിഗംബർ ആൻഡ് വിഷ്ണു വിശ്വാസ്, ഇവർ എന്തുമായി ബന്ധപ്പെട്ടുള്ള? ഗൈസ് പ്ലീസ് കമന്റ്. ദിഗംബർ ആൻഡ് വിഷ്ണു വിശ്വാസ് എന്നുള്ളത്, ദിഗംബർ ബിശ്വാസ് ആൻഡ് വിഷ്ണു വിശ്വാസ് ബ്രദേഴ്സ് ആണ്. എന്തുമായി ബന്ധപ്പെട്ടുള്ള, ഏത് റിവോൾട്ടുമായി ബന്ധപ്പെട്ടുള്ള? അങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിരിക്കേ. ഇനി ഇവിടുന്ന് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവന്റുകൾ വെച്ചിട്ട് ക്രോണോളജി ചോദിക്കും. അതായത് ചോദിക്കാൻ വേണ്ടി പോകുന്നതേ സാന്താൾ റിബല്യൻ, ഇൻഡിഗോ റിവോൾട്ട്, പർഗാന റിവോൾട്ട് പറഞ്ഞ റിവോൾട്ടിന്റെ പേരല്ല, മറിച്ച് ഇതിലെ ലീഡർഷിപ്പ്. ദിഗംബർ ബിശ്വാസ് ആൻഡ് വിഷ്ണു വിശ്വാസ് ഫോട്ട് valiantly against the British. Sidhu and Kano all died in this particular battle എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് അത് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഏത് വാറാണ്, അപ്പൊ ക്രോണോളജി ചോദിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരാൻ സാധ്യത ഉള്ളത്. ഓക്കെ, വെരി ഗുഡ് നദീറ. ഒരാൾ മാത്രം ആൻസർ ചെയ്തത്, എന്ത് പറ്റി ഈ കുട്ടികൾക്ക്? ഓക്കെ, ഇൻഡിഗോ റിവോൾട്ട് ആണ്. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ സിദ്ധു ഖാനു പറഞ്ഞു അത്. ഓക്കെ, ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫൈൻ. ഇനി ബ്രിട്ടീഷ് ഗവർണർ ജനറൽസ് ആൻഡ് വൈസ്രോയ്സ്, ഇത് നിങ്ങൾക്ക് ആസ് സച്ച് ചോദിക്കത്തില്ല. ഞാൻ പറഞ്ഞ പോലെ അവരുടെ കോൺട്രിബ്യൂഷൻ വെച്ചിട്ടും ലെജിസ്ലേഷൻ വെച്ചിട്ടും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ബട്ട് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തെന്നുള്ളൂ. ഡയറക്ട്ലി സാധാരണ അങ്ങനത്തെ PSC ചോദിക്കുന്ന പോലെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടുത്തെ നെറ്റ് എക്സാമിനേഷൻ ചോദിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ PSC ഗൈഡ് പോയിട്ട് ഇങ്ങനത്തെ ടോപ്പിക്സ് ബൈഹാർട്ട് ചെയ്യാൻ നിൽക്കരുത്. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാ. മോഡേൺ ഇന്ത്യ അത്രയും വലുതാ. ഇനി സോഷ്യൽ റിഫോർമേഷൻ, രാജാ റാം റോയിന്റെ പോലുള്ള അല്ലെ, അതിൽ ചോദിച്ചിട്ടുണ്ട്. സത്യപ്രകാശ് ഉണ്ട്, ഗുജറാത്തിൽ ആരംഭിച്ചത് ആരാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പിന്നെ ABCD 5 ഓപ്ഷൻ തന്നിട്ട് ആര്യ സമാജിന്റെ 5 ഓപ്ഷൻ ഉണ്ട്. ആര്യ സമാജ് മാത്രമല്ല, പ്ലസ് തിയോസഫിക്കൽ സൊസൈറ്റി വെച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. എപ്പോഴാണ് ആര്യ സമാജും തിയോസഫിക്കൽ സൊസൈറ്റി ഫോം ചെയ്യുന്നത്? There is one logic I taught you. Some of the students in my classroom ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. You can have a landmark period of ഇന്ന പീരീഡ് എന്നുള്ളത്. വെരി ഗുഡ് നദീറ. ഭാഷ വെരി ഗുഡ്. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ 1875. അപ്പൊ ആ ലോജിക് വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ മുസ്ലിം വുമൻസ് അസോസിയേഷനെ കുറിച്ച്, റുക്കിയ ഉണ്ടാക്കിയതിനെ കുറിച്ച് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സോഷ്യൽ റിഫോർമേഷൻ, ദാറ്റ് ഈസ് മേജർ ആൻഡ് മൈനർ, രണ്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ രീതിയിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. INC ഞാൻ പറഞ്ഞില്ലേ, INC ആസച്ച് ചോദിക്കത്തില്ല. INC ചോദിക്കാൻ സാധ്യതയുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലീഡേഴ്സിലൂടെ മാത്രമായിരിക്കും. അപ്പൊ ലീഡേഴ്സ് എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെവർ മിസ് ഗൈസ്. മോഡേൺ ഇന്ത്യ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് സർ മോഡേൺ ഇന്ത്യ പഠിക്കാനുള്ള സിംഗിൾ മെത്തേഡ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, മോഡേൺ ഇന്ത്യയിൽ ഐ ക്യാൻ ലിസ്റ്റ് യു അറൌണ്ട് ഒരു 50 to 60 ആൾക്കാർ ഞാൻ ലിസ്റ്റ് ചെയ്തത്, അവരെ മാത്രം പഠിക്കുകയാണെങ്കിൽ അത് മതി എന്ന് ഞാൻ പറയും. ദാറ്റ് ഈസ് അനദർ അപ്രോച്ച് മോഡേൺ ഇന്ത്യ പഠിക്കാനുള്ളത്. അങ്ങനെ പഠിക്കാനും മോഡേൺ ഇന്ത്യ പറ്റും. അപ്പൊ അവരിലൂടെ കഥകൾ പറഞ്ഞിട്ട് ഇവന്റുകൾ പറഞ്ഞിട്ട് പോകാനൊക്കെ പറ്റും. Because modern India is all about some of the most important personalities actually worked for their own fields. അവരുടെ ഫീൽഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു മൂവ്മെന്റ് ആണ് കാണാൻ പറ്റുന്നത്. ഇവിടെ മുസ്ലിം ലീഗ് കണ്ട, കറാച്ചി സെഷൻ ഓഫ് മുസ്ലിം ലീഗ്. നമുക്ക് ആകെ അറിയാം കറാച്ചി സെഷൻ ഓഫ് INC. മുസ്ലിം ലീഗിനൊന്നും ഉണ്ടായിരുന്നു. VD സവർക്കർ, റോൾ ഓഫ് ജിന്ന, ഇതൊക്കെ കണ്ടോ? പേഴ്സണാലിറ്റീസ് ആ കയറി വരുന്ന കേട്ടോ, കണ്ടോ? ഇനി ഗാന്ധിയുടെ ചോദിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങൾ നോക്കുന്ന സമയത്ത് ഗാന്ധിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിൽ പെടാത്തത് എന്ത്? അപ്പോൾ യു ഷുഡ് നോ സംതിങ് വെരി കോൺസെപ്ച്വലി റിഗാർഡിംഗ് ഗാന്ധിസ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്താ? സിമിലർലി ഗാന്ധിസ് കോൺസെപ്റ്റ് ഓഫ് സത്യാഗ്രഹം എന്താ? ദെൻ ഗാന്ധി ഏർവാട് ജയിലിൽ എന്തെടുക്കായിരുന്നു? സ്റ്റേറ്റ്മെന്റ് 1 and 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കോൺസെപ്റ്റ് ഓഫ് സത്യാഗ്രഹത്തെ കുറിച്ച് 4 സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നുണ്ട്. ഗാന്ധിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചുള്ള 4 ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ കോൺസെപ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഇവന്റുമായി ബന്ധപ്പെട്ടുള്ള 5 സ്റ്റേറ്റ്മെന്റുകൾ ചോദിക്കുന്നുണ്ട്. പാരലൽ ഗവൺമെന്റുകളൊക്കെ ചോദിച്ചിട്ട്. ഗാന്ധി സൗത്ത് ആഫ്രിക്കയിലും ഇന്ത്യയിലെ മൈനർ മൂവ്മെന്റ്സ് പറഞ്ഞിരിക്കണം. സാധാരണ നമ്മൾ എപ്പോഴും പഠിക്കുന്ന ആദ്യത്തെ 3 ഇൻഡിവിജ്വൽ സത്യാഗ്രഹങ്ങളും പിന്നീടുള്ള മാസ് മൂവ്മെന്റുകളായിട്ടുള്ള ഒരു 3 എണ്ണം അത് പഠിച്ചിട്ട് നമ്മൾ നിർത്താറുണ്ട്. അത് മാത്രമല്ല, ഗാന്ധി ഹാഡ് സം അതർ ഇൻഫ്ലുവൻസസ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സം കൈൻഡ് ഓഫ് വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. അപ്പൊ വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റിന്റെ ഗാന്ധിയുടെ റോൾ അറിഞ്ഞിരിക്കണം. ദെൻ ഗാന്ധിയുടെ ഇവന്റുകൾ, ഞാൻ പറഞ്ഞ പോലെ ആ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് പഠിച്ചാൽ പോരാ. ഗാന്ധി ഇന്ന ആളെ മീറ്റ് ചെയ്തു, ഗാന്ധി ഇന്ന ആളോട് സംസാരിച്ചു, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്.
അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രോണോളജി ചോദിക്കും. സോ ഗാന്ധി ഈസ് വൺ അനദർ സിഗ്നിഫിക്കന്റ് പാർട്ടിസിപ്പന്റ് ഓർ ലീഡർ ഡ്യൂറിംഗ് ദിസ് പെർട്ടിക്കുലർ പീരിയഡ് ആൻഡ് ആസ് വെൽ ആസ് ഫോർ യുവർ എക്സാമിനേഷൻ. ആ രീതിയിൽ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഓർഗനൈസേഷൻ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കാൻ നല്ലൊരു ശതമാനം സ്റ്റുഡൻസും സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ സ്കിപ്പ് ചെയ്യാതെ ഇത് പഠിക്കേണ്ട വിധത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടും. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം നിങ്ങളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ലേറ്റർ മുഗൾസിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ. ലേറ്റർ മുഗൾസിന്റെ ക്ലാസ്സിൽ ആ ഒരു ഓർഡർ, ഫസ്റ്റത്തെ 4 റൂളേഴ്സിന്റെ ഓർഡർ പറയാൻ പറ്റുന്നവർ ഒന്ന് കമന്റ് ചെയ്തേ. അത് പഠിക്കേണ്ട വിധത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നേ, ഒന്ന് ഓർത്തിട്ട്. കാരണം നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ആ ഇവന്റുകളിലൂടെ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഭാര്യയുടെ പേര് വരെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, യാ യു ഗൈസ് ക്യാൻ ഡെഫിനറ്റ്ലി, താങ്ക് യു. ഓക്കെ, അപ്പോഴാണ് ക്ലാസ് പ്രൊഡക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തായിരുന്നു? ബഹദൂർ ഷാ 1, ജഹാംഗീർ ഷാ, ഫാറൂഖ് സിയാർ ആൻഡ് മുഹമ്മദ്. ഈ 4 ആൾക്കാര്. അപ്പൊ അവരുടെ കോൺട്രിബ്യൂഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞതും പഠിപ്പിച്ചതും അതൊരു മെത്തേഡില. എന്നതുപോലെ നിങ്ങൾക്ക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ പ്രസ് കണക്ടിങ് വിത്ത് മേജർ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ഫൗണ്ടേഴ്സ്, the history of the Forest Act along with industrial acts, education commissions and other commissions like famine commission, economic commission, state commissions, ഇങ്ങനത്തെ കുറച്ച് കമ്മീഷൻസ് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റ്. ഒരു ഓർഡർ ഉണ്ടാവും, ഒരു മെത്തേഡ് ഉണ്ടാവും. Then major organizations like you can see All India Depressed Classes Association, All India Trade Union Congress, അതിന്റെയൊക്കെ ലീഡേഴ്സ് വെച്ചിട്ട് ചോദ്യം ചോദിക്കും. ഇത് പിള്ളേർ ഏറ്റവും കൂടുതൽ എക്സാമിനേഷൻ നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ മൂഞ്ചി പോകുന്ന ഒരു ഏരിയ. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ പറ്റണം നിങ്ങൾക്ക്. ഓക്കെ, ആ രീതിയിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഫൈൻ, ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ടോപ്പിക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഐ സജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ദിസ് ഈസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടന്റ്. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ ടോപ്പിക് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ മിസ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇവിടുന്ന് നിങ്ങൾക്ക് മാത്രം ഒരു ടോട്ടൽ എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് പ്രതീക്ഷിക്കാം, ഈ ഒരു ഒറ്റ ഏരിയ. കാരണം ഇത് കുറെ കുട്ടികൾ പഠിക്കാത്ത ഏരിയ ആണ്. അതുകൊണ്ടാണ് കുറെ കുട്ടികൾ ഒന്നുകൂടെ നന്നാക്കാമായിരുന്നില്ല, ഒന്നുകൂടെ നോക്കാമായിരുന്നില്ല എന്ന് പോകും. പിന്നെ എന്ത് ചെയ്യും, ബുക്കെടുത്ത് ഇങ്ങനെ വായിക്കും. അതല്ല വേണ്ടത്. വാട്ട് ദ എക്സാമിനേഷൻ ആക്ച്വലി ഡിമാൻഡ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്രാവശ്യം പഠിച്ചോ ഗൈസ്, ഐ ക്യാൻ ഗ്യാരണ്ടി യു നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇല്ലേ ഇപ്പോഴും നിങ്ങൾ പഴയ മെത്തേഡിലാണ് ഫോളോ ചെയ്യുന്നത്, ഒന്ന് ബുക്ക് എടുത്ത് വായിച്ചു നോക്കാം. 2 മാസം സമയമുള്ളൂ. നിങ്ങൾ ബുക്ക് എടുത്ത് വായിച്ചാൽ പോലും ഒരു പുസ്തകവും തീരത്തില്ല. അത് ആൻഷ്യന്റ് ഇന്ത്യക്ക് വായിച്ചാലും മിഡീവലിന് വായിച്ചാലും മോഡേൺ വായിച്ചാലും തീരത്തില്ല. പക്ഷെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റഡി നോട്ടോടുകൂടി പഠിക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. കൃത്യമായിട്ട് അങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ഇവിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ 3 ടോപ്പിക്. INA ഒരു സിനിമ വെച്ചിട്ടുള്ള ഒരു ലീഡറുടെ കാര്യം ചോദിച്ചിട്ടുണ്ട്. INA റെജിമെന്റ് 1943 പേര് ചോദിക്കുന്നുണ്ട്. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചിട്ടുള്ള പാരഗ്രാഫ് റിലേറ്റഡ് 5 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ 5 ചോദ്യങ്ങൾക്ക് വേണ്ടി സുഭാഷ് ചന്ദ്രബോസ് പാരഗ്രാഫിൽ വന്നല്ലോ എന്ന് ടെൻഷൻ അടിക്കല്ല. ഞാൻ പറഞ്ഞു കുറച്ച് വെരി ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് ഇൻ മോഡേൺ ഇന്ത്യയിൽ അവര് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഗായ്സ് ദാറ്റ് ഈസ് ഇനഫ്. അവരിലൂടെ വരുന്ന പാരഗ്രാഫ് ആവട്ടെ എന്താവട്ടെ നിങ്ങൾക്ക് ആൻസർ വേണ്ടി പറ്റും. പാരഗ്രാഫ് നിങ്ങൾക്ക് അറിയാം, ഒരു പടിക്ക് 5 ക്വസ്റ്റ്യൻസ് ആ കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ രീതിയിൽ പ്രിപ്പറേഷൻ നടത്താൻ നമുക്ക് പറ്റണം. ഇനി അതർ ടോപ്പിക്സ് ഉണ്ട്. ഈ അതർ ടോപ്പിക്സിൽ ചിലത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും, ചിലത് തിരിച്ചറിയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഈ മോണിയർ വില്യംസ് എന്ന് പറയുന്ന പേര് ചിലപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ നെറ്റ് എക്സാമിനേഷൻ സാധാരണ സംഭവിക്കുന്ന കാര്യം അത് പറയും. ഞാൻ റിയാലിറ്റി വെച്ചിട്ട് സംസാരിക്കുന്നത്. ഞാനും കേട്ടിട്ടില്ല, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാര്യം എന്താ വെച്ചാൽ ഹിസ്റ്ററി ഈസ് ദാറ്റ് മച്ച് വാസ്റ്റ് സബ്ജക്ട് ചെയ്യാർ. കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് അത്യാവശ്യം കുറെ കാര്യങ്ങൾ ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പഠിച്ചു വരുന്നതുകൊണ്ട് നിങ്ങൾ അതിന്റെ ബിഗിനിങ് ഫേസിലാണ്. നിങ്ങൾ ഒരു പക്ഷേ 1-2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്നെക്കാൾ വലിയ ഹിസ്റ്ററിയിൽ നോളജ് ഉള്ള ആൾക്കാരായിട്ട് മാറി. ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ എക്സാമിനേഷന് പോകുന്ന സമയത്ത് ഇതും സ്വാഭാവികമാണ്. നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസിൽ there is no single person who can actually make all the 100 questions right. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ശ്രമിക്കുക എന്നുള്ള. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ഇവിടെ ഇങ്ങനത്തെ പേരുകൾ കേൾക്കുമ്പോൾ തല മിന്നാതെ തല ചുറ്റാതെ ക്ഷമാപൂർവ്വം ഈ ക്വസ്റ്റ്യൻ എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാം ഇഫ് യു ആർ കോൺഫിഡന്റ് വിത്ത് അതേഴ്സ്. പക്ഷേ ഇപ്പൊ നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഹാവ് മാർക്ക് 1 മാർക്കിംഗ് കൂടെ നിങ്ങൾ കൊടുക്കണം. GD ബിർള, അദ്ദേഹം ബിർള 927 ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട്. ഏത് പാർട്ടിയിൽ നിന്നാണ്? ഹിന്ദുത്വം എന്നുള്ള ബുക്ക് എഴുതിയത് ആരാണ്? 1855 ഇന്ത്യയിൽ ആദ്യത്തെ ജൂട്ട് മില്ല് വരുന്നത്. എവിടെയാണ്? ധർമ്മ തൃതീയ രത്ന എന്ന് പറയുന്നത് ആരെ എഴുതിയതാണ്? ഫിലിം മേക്കേഴ്സ്
അവരുടെ മൂവീസ് അവാർഡുകൾ ചിലപ്പം ചോദിക്കാറുണ്ട്. കുറെ കുട്ടികൾ ഇതിൽ കുറെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് വി ക്യാൻ ഗോ ഫോർ വൺ ഡിസ്കഷൻ. നാം നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, ലിംഗ്വിസ്റ്റിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്നുള്ള PIC എന്ന് പറയും നമ്മൾ സിംപ്ലി, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് കൺസൾട്ടേഷൻ. അപ്പൊ ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക് ഉണ്ടാവും, അറിയാത്ത ടോപ്പിക്കുകൾ ഉണ്ടാവും. ഡോണ്ട് വെറി അബൌട്ട് സച്ച് കൈൻഡ് ഓഫ് ടോപ്പിക്സ്. നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇത് സ്മാർട്ടായിട്ട് പഠിക്കാം, എങ്ങനെ ലളിതമായിട്ട് പഠിക്കാം എന്നുള്ള ഒരൊറ്റ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കും. കാരണം എന്താ, ഇന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾ കേൾക്കുന്ന ക്ലാസ്സുകളുടെ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാം. അതേ സമയത്ത് നിങ്ങൾ ഡിസ്കഷൻ ചെയ്ത സമയത്ത് കുറെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റി, ആൻസർ ചെയ്യാൻ പറ്റാത്തവരുണ്ട്, അത് നിങ്ങൾക്ക് അറിയാം. മിഡീവൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, ആൻഷ്യൻ ഡിസ്കസ് ചെയ്തു, മോഡേൺ ഡിസ്കസ് ചെയ്തു. സാർ ഇതൊക്കെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എവിടുന്ന് കിട്ടും എന്നുള്ളൊരു തോട്ടായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് നിങ്ങളോട് അടുത്തൊരു കാര്യം പറയാനുള്ളത്. ഗായ്സ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോണ്ടന്റ് ഉണ്ട്. കാണാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എസ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്ക്രീൻ കൂടെ കാണിക്കാം. നിങ്ങൾക്ക് ഞാനൊരു PDF അയച്ചു തരാം. അതിനുവേണ്ടി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്കിന്റെ അപ്രോച്ച് ഇനി പറയാൻ വേണ്ടി പോകുന്നു. അടുത്ത 2 മാസത്തേക്ക് നിങ്ങൾ ഈ ഒരൊറ്റ ഞാൻ തരാൻ വേണ്ടി പോകുന്ന ഈ ഒരൊറ്റ സ്കെഡ്യൂൾ, ഈ ഒരൊറ്റ ടോപ്പിക്കിന്റെ ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ആണെങ്കിൽ സെൽഫ് സ്റ്റഡി പറ്റുമെങ്കിൽ അത് ചെയ്ത് ഒരു കുഴപ്പമില്ല. പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. വി ആർ ഗോയിങ് ടു ഹാവ് വൺ പെർട്ടിക്കുലർ ക്രാഷ് കോഴ്സ് ഫോർ യു. അത് സീക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലെറ്റ് മീ ഷെയർ ദ സ്ക്രീൻ. ജസ്റ്റ് ടെൽ മീ വെദർ ഇറ്റ് ഈസ് വിസിബിൾ ടു യു ഓർ നോട്ട്. കാണാൻ പറ്റുന്നുണ്ടോ? യപ്പ്, താങ്ക് യു. ഫൈൻ ഫൈൻ. ഓക്കെ, ഇവിടെ കണ്ടോ നിങ്ങൾ ആൻഷ്യന്റ് മുതൽക്ക് മോഡേൺ വരെയുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ടോപ്പിക് സ്റ്റോൺ ഏജ്, മെഗാലിത്തിക് കൾച്ചർ. ഇതിൽ പഠിക്കാനുള്ള ടോപ്പിക് മേജർ സൈറ്റ്, ലൊക്കേഷൻസ്, ആർക്കിയോളജിസ്റ്റ്, ഗോ വിത്ത് മാപ്പ് സ്റ്റഡി. സിംപ്ലി ബൈ ഹാർട്ട് ചെയ്യാൻ നിൽക്കേണ്ട, സമയം മര്യാദത്തില്ല, മറന്നു പോകും. സോ ഐ ബി ലേണിംഗ് ത്രൂ മാപ്പ്. ഓക്കെ, ദെൻ മെഗാലിത്തിക്കിന്റെ സൈറ്റും ഫീച്ചേഴ്സും. ഇങ്ങനത്തെ ഒരു സെഷൻ ഉണ്ടാകും. ഓക്കെ, ഇത് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന ക്ലാസിന്റെ ഒരു സ്കെഡ്യൂൾ കൂടിയാണ്. അപ്പൊ നിങ്ങൾ ഇത് സെൽഫായിട്ട് പഠിക്കുന്ന ആൾക്കാർ യു ക്യാൻ ഹാവ് ദിസ് മെത്തേഡ്. ട്രൈ പോസിബിളി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. മേജർ കൾച്ചറൽ ഡെവലപ്മെന്റ്സ് ഇൻ ആൻഷ്യൻ ഇന്ത്യ. ഇത് അപ്കമിങ് എക്സാംസിൽ വരാൻ സാധ്യതയുള്ള ഒരു പുതിയ ഏരിയയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ഈ ആൻഷ്യന്റ് മിഡിവിലൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് കൂടുതൽ ലിറ്ററേച്ചർ വെച്ചിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് നമുക്ക് വായിൽ കിട്ടാത്ത എക്സാമിനേഷൻ ആണ്. ഈ നെറ്റ് എക്സാമിനേഷനിൽ UGC പലപ്പോഴും തെറ്റിച്ച് സ്പെല്ലിംഗ് കൊടുക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതൊക്കെ ലിറ്റററി സോഴ്സസ് ആണെങ്കിൽ ആർക്കിയോളജിക്കൽ സോഴ്സസിന്റെ ഭാഗമായിട്ട് കുറച്ച് ആർട്ട് വർക്കുകൾ കയറി വരുന്നുണ്ട്. അത് എന്താന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൺഡേ ഏപ്രിൽ 1 നമ്മൾ ഈ ഒരു ടോപ്പിക് എടുത്തിട്ടാണ് തുടങ്ങുന്നത്. ആൻഡ് ഗൈസ്, വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ക്രാഷ് കോഴ്സ് ഓൺ April 1st. തിങ്കളാഴ്ച മുതൽക്ക് നമ്മുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ ഫർദർ എക്സ്പ്ലനേഷൻസ് ഈ സെഷനിൽ തന്നെ ഞാൻ പറയാം. ഒന്ന് കേട്ടോ. IVCയുടെ റാൻഡം റിവിഷൻ ഉണ്ടാവും. കാരണം IVC മാത്രം എടുക്കുകയാണെങ്കിൽ എനിക്കൊരു 5-6 മണിക്കൂർ ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണ് IVC മാത്രമായിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എക്സാമിനേഷൻ ആവശ്യമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ചോദിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഏരിയകളോട് നിങ്ങൾ കൊണ്ടുപോകും. എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വായിക്കാം. അങ്ങനത്തെ വേദിക്ക് എത്തുന്ന സമയത്ത് ലിറ്ററേച്ചറും ടെർമിനോളജിയും ഫോക്കസ് ചെയ്യാം. പിന്നെ ഒരു 3 ക്ലാസ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? ആൻഷ്യൻ ഇന്ത്യ ലിറ്ററേച്ചർ ആൻഡ് സ്കോളർ. ഇതിൽ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറും ജൈനിസ്റ്റ് ലിറ്ററേച്ചറും കയറി വരും. അല്ലാത്ത സെക്യുലർ ലിറ്ററേച്ചർ കയറി വരും. ദെൻ അതർ റിലീജിയസ് ലിറ്ററേച്ചറും കയറി വരും. അങ്ങനത്തെ ഒരു സെഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ പൊളിറ്റിക്കൽ ഇവന്റ്സിന്റെ ഒരു സെഷൻ വെക്കും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. ഈ പൊളിറ്റിക്കൽ ഇവന്റ്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മേജർ കിങ്സ്, ദയർ ടൈറ്റിൽ, കോയിൻസ്, ദെൻ സ്പെഷ്യാലിറ്റി ഓഫ് സച്ച് കിങ്സ് എന്നുള്ള രീതിയിൽ പഠിക്കാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ 2 ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് 3 പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ്. ഇത് 3 കൾച്ചറൽ ഹിസ്റ്ററി, സോഷ്യൽ ഹിസ്റ്ററി, കൾച്ചറൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ഇത് ബാക്കിയുള്ള ഇവന്റിന്റെ ബാക്കിയുള്ള ഹിസ്റ്ററീസ്, ആർക്കിയോളജിക്കൽ ഹിസ്റ്ററി ആണ് ഫസ്റ്റ് 1 വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് ഏരിയസ് നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആസ് യു ഗൈസ് നോ, മേജർ ഇൻസ്ക്രിപ്ഷൻസ് ഇൻ ആൻഷ്യൻ ഇന്ത്യ, ദെൻ ഡൈനാസ്റ്റീസ് ആൻഡ് ദെയർ ക്രോണോളജി, അഗൈൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി. അങ്ങനെ ഒരു 12 ടോപ്പിക് ആൻഷ്യൻ ഇന്ത്യ പക്ക. ആൻഷ്യൻ ഇന്ത്യ പക്ക. ഇനി അടുത്തൊരു ടോപ്പിക് നോക്കിയിരിക്കുന്നത് നിങ്ങൾ സയന്റിഫിക് ഡെവലപ്മെന്റ്സ് ഇൻ ആൻഷ്യൻ ആൻഡ് മിഡീവൽ ഇന്ത്യ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 എന്ന് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സിഗ്നിഫിക്കന്റ് ആണ് 13. കാരണം അടുത്തൊരു എക്സ്പ്ലോറേഷന്റെ ഒരു ഏരിയ ഇതാണ് വരുന്നത്. ഓക്കെ, ഞാൻ ഇത് പ്രഡിക്റ്റ് ചെയ്യുന്നതും ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഏരിയാസ് പൊതുവെ കുട്ടികൾക്ക് അറിയാം അറിയില്ല ആ ഒരു ടെൻഡൻസിയാ. അങ്ങനത്തെ ആൾക്കാർ പരീക്ഷ കഴിഞ്ഞാൽ മറ്റേ സങ്കടപ്പെട്ട് ചാവുമല്ലോ,
അയ്യോ എനിക്ക് അറിയാവുന്ന ടോപ്പിക് ആയിരുന്നു അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പൊ അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഡെഫിനറ്റ്ലി വിൽ ബി ഗോയിങ് ഫോർ വാട്ട് ഡൽഹി സൽത്തനറ്റ്. ആൻഡ് അഡീഷണലി ഞാനൊരു കാര്യം കൂടി പറയാം. നിങ്ങളുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് റെക്കോർഡിങ്സും നോട്ട്സും ഒക്കെ ആസ് സച്ച്, അതായത് മാർക്ക് ചെയ്യാത്ത നോട്ട്സ് എല്ലാം കിട്ടുക ആപ്ലിക്കേഷൻ വഴിയായിരിക്കും. ആ ആപ്ലിക്കേഷനിൽ ഈ ഏർലി മിഡീവലുമായി ബന്ധപ്പെട്ടിട്ട് ഏർലി മിഡീവലിന്റെ ഒരു സ്കോളേഴ്സിന്റെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഇത് ഫ്രീ സെഷൻ, ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് അഡീഷണലി വരുന്നുണ്ട്. ഓക്കെ, ഏർലി മിഡീവൽ സ്കോളേഴ്സ് അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഡൽഹി സൽത്തനേറ്റ്. ഡൽഹി സൽത്തനേറ്റിന്റെ ഏറ്റവും ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യും. അതിൽ നല്ലൊരു ശതമാനം നമ്മൾ റൂളേഴ്സ് വെച്ചിട്ടായിരിക്കില്ല ഉണ്ടാവുന്നത്, കുറച്ച് സ്കോളർ പെർസ്പെക്റ്റീവിലായിരിക്കും സംസാരിക്കുക. അതായത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് തബക്കത്തി നാസിരി എന്ന് പറയുന്ന ബുക്കിലൂടെ മിൻഹാജി സിറാജിന്റെ ഒബ്സർവേഷൻ, സിയാവുദ്ദീൻ ബറാനിയുടെ ഒബ്സർവേഷൻസ്, ആ രീതിയിലായിരിക്കും പറയാം. യു ഗോട്ട് ദ ഡിഫറൻസ്. സാധാരണ രീതിയിലുള്ള ഒരു സിമ്പിൾ ലേണിംഗ് അല്ല, വേറെ രീതിയിലുള്ള ലേണിംഗിലോട്ടാണ് പോവുക. അപ്പൊ നിങ്ങൾക്ക് ഈ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഓരോ ആഴ്ച നേരത്തെ തരുന്ന സമയത്ത് നമ്മൾ പറയും ഇന്ന ഒരു ഭാഗം നോക്കിയിട്ട് വന്നേക്കണേ എന്നുള്ളത്. ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ അപ്പൊ ഏറ്റവും കുഞ്ഞു ബുക്ക് ഏതാണോ അത് നോക്കിയിട്ട് വന്നാലും മതി. പക്ഷേ ക്ലാസ്സിൽ എത്തുമ്പോൾ അഡ്വാൻസിൽ ഫോക്കസ് ചെയ്യാം. ദെൻ വിജയനഗര ആൻഡ് ബാമണി കിങ്ഡം, ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കും. ക്രോണോളജി, ടൈറ്റിൽസ്, ദെൻ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ്, പൊളിറ്റിക്കൽ ഇവന്റ്സ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കുന്ന ഒരു ടോപ്പിക് ഇതിനു വേണ്ടി മാത്രം. പിന്നെ അതർ ഡൈനാസീസ് നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ മിഡീവൽ എടുത്ത സമയത്ത് അതർ ഡൈനാസീസിൽ ഷർക്കീസ്, മാൽവ, ഗുജറാത്ത്, ഇങ്ങനത്തെ കാശ്മീർ ഡൈനാസീസിന്റെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെന്ന്. ഇത് വൺ ടൈം ലേണിംഗ് ആണ്. ഒരു എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആൻസർ വേണ്ടി പറ്റും. ഡോണ്ട് മിസ് ദിസ് വൺ. അപ്പൊ ഒരു ക്ലാസ്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് കിട്ടുക വളരെ സംഭവമാണ്, സാധാരണ കിട്ടത്തില്ല. ഹിസ്റ്ററിക്ക് വേണ്ടി വേണമെങ്കിൽ നമുക്ക് 100-150 ക്ലാസ് വെക്കാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സസ് വേണം. മുഗൾസ്, ഈ ആഴ്ച പിന്നെ മുഗൾസിന്റെ സീസൺ ആയതുകൊണ്ട് അല്ലെ കുറെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത ഒരുപാട് ഏരിയസ് ഇനിയുണ്ട്. അപ്പൊ മുഗൾസിന്റെ കൾച്ചറൽ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. കാരണം നിങ്ങൾക്ക് കൾച്ചറിന്റെ സിഗ്നിഫിക്കൻസ് നല്ലപോലെ അറിയാം മിഡീവലിന്റെ PYQs ഡിസ്കസ് ചെയ്ത സമയത്ത്. മറാത്താസിന്റെ കുറച്ച് ടെർമിനോളജി, ടാക്സേഷൻ, അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ ഇവന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ നടത്തും. ഭക്തി, സൂഫിസം, സിഖിസം, ഇത് ഞാൻ കൂടുതൽ പറയാത്തത് PYQs നിങ്ങൾ കണ്ടതുകൊണ്ടാണ്. അപ്പൊ അതിൽ നിന്നും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലേണിംഗ് നമ്മൾ നടത്തും. ദെൻ മിഡീവൽ ഇന്ത്യയുടെ ടെർമിനോളജീസ്. ഓക്കെ, വാട്ട് യു മീൻ ബൈ ഗൈസ് ദിസ് മക്തബ്സ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താ എന്താ മക്തബ്? ഇന്നലെ ഡിസ്കസ് ചെയ്ത ടേം അത്. മക്തബ് പറഞ്ഞ എന്താ? എനിബഡി? ഫാദർ ഷാ ഒന്നാമത്തെ കോൺട്രിബ്യൂഷനില് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. താങ്ക് യു സാം, വെരി ഗുഡ്. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ 20 ടോപ്പിക് ആകുമ്പോഴേക്കും നമ്മൾ മിഡീവൽ ഏകദേശം കവർ ചെയ്യും. ഇനി കണ്ടോ 21ാമത്തെ ടോപ്പിക് മുതൽക്ക് മോഡേൺ ആണ്. മോഡേൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മാത്രം നിങ്ങൾക്ക് ഒരു കോഴ്സ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. യൂറോപ്യൻസ് ഇൻ ഇന്ത്യ, കോൺട്രിബ്യൂഷൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, ബ്രിട്ടീഷുകാരുടെ പോളിസീസ് ആൻഡ് തിയറീസ്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റ് 1, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റ് 2. ഇതെന്താണെന്നറിയോ? 1773 മുതൽക്ക് there happens the regulating act, then Pitt's India Act, then Charter Act of 1793 വരുന്നുണ്ട്. then we have Charter Act in 1813, 1833, 1853. അതിനുശേഷം ഗുഡ് ഗവൺമെന്റ് ആക്ട്, 1861 കൗൺസിൽ ആക്ട്, 1892 കൗൺസിൽ ആക്ട്, 1909 കൗൺസിൽ ആക്ട്, then 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, 1935 ഗവൺമെന്റ് ഓഫ് ആക്ട്, 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോ. ഒരു സൂപ്പർ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, അതും കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ നിങ്ങൾക്ക് 2-3 ക്വസ്റ്റ്യൻസ് കിട്ടും. 2-3 ക്വസ്റ്റ്യൻസ് കിട്ടാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, മിസ്സാക്കരുത്. ദെൻ മേജർ കിങ്സ് ആൻഡ് കമാൻഡേഴ്സ് ഇൻ മോഡേൺ ഇന്ത്യ. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് അല്ലെ, ആംഗ്ലോ മൈസൂർ വാർ, ആംഗ്ലോ മറാത്ത വാർ, അവിടെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ ആ ഇവന്റ്സ് ബേസിക്കലി അങ്ങ് പറഞ്ഞു പോകും. അതല്ല, അതിനേക്കാൾ അപ്പുറത്തോട്ട് വി ഷുഡ് ഹാവ് സം കൈൻഡ് ഓഫ് ലേണിംഗ് മേജർ കിങ്സ് ആൻഡ് കമാൻഡേഴ്സ് എന്നുള്ള രീതിയിൽ. പിന്നെ ട്രൈബൽ ആൻഡ് പെസന്റ് റിവോൾട്ട് നമുക്ക് നല്ലൊരു പിക്ചർ ഉണ്ടാവണം. ഇൻഡെപ്തിൽ പഠിക്കാൻ ചിലപ്പോൾ പറ്റിക്കോളം ഉണ്ടാവില്ല, ബട്ട് വി ഷുഡ് ഹാവ് സം കൈൻഡ് ഓഫ് വെരി ഗുഡ് ബേസിക് കോൺസെപ്റ്റ് ആൻഡ് ക്ലാരിറ്റി, എസ്പെഷ്യലി ത്രൂ ദ പർട്ടിക്കുലർ ലീഡേഴ്സ്. സോഷ്യൽ റിഫോർമേഷൻ, ആസ് യു ഗൈസ് നൗ സീ, നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നുള്ളത്. ഇതും കോംപ്രഹെൻസീവ് ആയിട്ട് പഠിക്കണം. ദെൻ മേജർ റിവോൾട്ട്സ് ഇൻക്ലൂഡിംഗ് 1857 റിവോൾട്ട്. നമ്മൾ ഈ ട്രൈബൽ പെസന്റ് റിവോൾട്ട് മാത്രമല്ലാത്ത അതർ പൊളിറ്റിക്കൽ റിവോൾട്ടുകൾ അടക്കം നമ്മൾ എന്ത് ചെയ്യണം, ഒരു പിക്ചർ ഉണ്ടാക്കി എടുക്കണം. ഈ ഒരൊറ്റ ഏരിയയിൽ നിന്നും 25 മുതൽക്ക് 28 വരെയുള്ള ഈ ഒരു ഏരിയയിൽ നിന്ന്, അതായത് സോഷ്യൽ റിഫോർമേഷൻ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ബാക്കിയുള്ളതൊക്കെ പൊളിറ്റിക്കൽ ഇവന്റ്സ് ആണ്. മേജർ കിങ്സ് ആൻഡ് കമാൻഡേഴ്സ്, ട്രൈബൽ ആൻഡ് പെസന്റ് റിവോൾട്ട്, മേജർ റിവോൾട്ട്സ് ഇൻക്ലൂഡിംഗ് 1857 റിവോൾട്ട്. ഇതിന്ന് മാത്രമായിട്ട് നിങ്ങൾക്ക് 5 ക്വസ്റ്റൻസ് പ്രതീക്ഷിക്കാന്നേ. ആ ഒരു സെറ്റ് എടുക്കുമ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സോഷ്യൽ റിഫോർമേഷനോടെ ആകുമ്പോൾ ഒരു 7-8 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ മേജർ ഫ്രീഡം ഫൈറ്റേഴ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻ 1ഉം 2ഉം, ഇതൊക്കെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളാണ്. ഗാന്ധി ഇവന്റ് പ്രോഗ്രാംസ്, ഈ 3 ടോപ്പിക്കിൽ നിന്ന് മാത്രമായിട്ട് നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. കാരണം പേഴ്സണാലിറ്റി ബേസ്ഡ് ആയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പേഴ്സണാലിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ പഠിച്ചാലും മതി. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം പോലെ, പക്ഷെ നിങ്ങൾ തിരിച്ചറിയണം ആരൊക്കെ നിങ്ങൾ പഠിക്കണം എന്നുള്ള. അത് കഴിവാണ്, അത് അനാലിസിസ് ആണ്, that you can have. പിന്നെ ഹിസ്റ്ററി ഓഫ് പ്രസ്, എഡ്യൂക്കേഷൻ, കമ്മീഷൻ, സിനിമ, മേജർ ഓർഗനൈസേഷൻ ആൻഡ് ലീഡേഴ്സ്,
മോഡേൺ ഇന്ത്യയുടെ മേജർ ലിറ്റററി സോഴ്സസ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. ഇറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി. ഹിസ്റ്റോറിയോഗ്രാഫി 1 and 2 നിങ്ങൾക്ക് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ 2 ബോണസ് സെഷനോട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി വി ഡിഡ്ന്റ് ഹാഡ് ദിസ് ഇന്റൻഷൻ ടു ആഡ് ഹിസ്റ്റോറിയോഗ്രാഫി. പക്ഷേ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ 2 സെഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിയത് ടോട്ടലി 37 സെഷൻസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് വി ആക്ച്വലി മെൻ ഫോർ 25 സെഷൻസ് ഓൺലി. പക്ഷെ ഒന്നുകൂടെ കോംപ്രഹെൻസീവ് ആയിട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി 37 സെഷൻസെങ്കിലും വേണം ഔട്ട് ഓഫ് 67 സെഷൻസ്. ഞാൻ ഇന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഡേൺ നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് നെറ്റ് എക്സാമിനേഷൻ പഠിക്കുന്ന 67 ടോപ്പിക്സ് ഉണ്ടെന്ന്. പക്ഷെ അതിൽ 37 ടോപ്പിക്സ്, അതായത് 50%, മോർ ദാൻ 50% ഓഫ് ടോപ്പിക്സ് ആക്ച്വലി വി ആർ കവറിങ്. നമ്മുടെ ക്രാഷ് കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇത് പറഞ്ഞു, 37 ക്ലാസ്സസ്. ഞാൻ ഒന്ന് പറയട്ടെ, ജസ്റ്റ് ഒന്ന് ലെറ്റ് മീ, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാം. 37 ക്ലാസ്സസ് പ്ലസ് 20 റൗണ്ട് ടേബിൾ സെഷൻസ്, ലൈവ് സെഷൻസ്, 20 റൗണ്ട് ടേബിൾ ലൈവ് സെഷൻസ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ദെൻ അതിൽ 10 ഫുൾ ടെസ്റ്റ്. ഇത് പഠിച്ചിട്ട് ഇത് വൃത്തിക്ക് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് നെറ്റ് കിട്ടുന്നില്ലേ? ഇത് വൃത്തിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നെറ്റ് കിട്ടുന്നില്ലേ? നിങ്ങൾക്ക് എന്നോട് ക്യാഷ് റീഫണ്ട് ചോദിക്കാം എന്നുള്ള കാര്യം കൂടി ഞാൻ കൃത്യമായിട്ട് പറയാം. കാരണം ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് അല്ല, JRF അല്ല, അതിന് മുമ്പ് മോൾക്കുണ്ടി അതും കിട്ടാൻ ചാൻസ് ഉണ്ട്. അത്രക്കും എൻറിച്ച്ഡ് പ്രോഗ്രാം ആണത്. അത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഡെഫിനറ്റ്ലി ഇത്രയും വലിയ കോഴ്സിന് നമ്മൾ 25 സെഷൻസിനാണ് ആക്ച്വലി 3000 എന്ന് പറയുന്ന ഒരു ഫീസ് ഓഫീസിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയാ. പക്ഷേ 37 ആയി. അതുകൊണ്ട് ഫീസ് കൂട്ടുന്നൊന്നുമില്ല. ബട്ട് വിൽ ഹാവ് സ്റ്റിൽ ദ ഫീസ് 3000 തന്നെയാണ് ഫീസ് വരുന്നത്. ഒരൊറ്റ കാര്യം, ക്രിസ്റ്റലില് ഏതെങ്കിലും ബാച്ചിൽ ഓൺ ഗോയിങ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ, അതേപോലെ പഴയ മുമ്പ് പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ജോയിൻ ഫോർ 500. അത് ക്രിസ്റ്റലിന്റെ സ്റ്റുഡൻസിന് ഓൾറെഡി കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ആ കുട്ടികൾ എന്ത് ചെയ്യുക, ദൃശ്യമായിട്ട് കോൺടാക്ട് ചെയ്യുക, ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അവർ പറഞ്ഞുതരും എങ്ങനെയാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്, താല്പര്യമുള്ള ആൾക്കാരെ. ഓക്കെ, മേക്ക് ഷുവർ എത്രയും പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താണ്. കാരണം പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയിലിട്ട് നമ്മൾ പുതിയ ആൾക്കാരിൽ നിന്നും ഓൺലി 20 സീറ്റ്സ് മാത്രം വാക്കൻസി ഉള്ളൂ. 20 ആൾക്കാരെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ ഫീസ് 3000 ആണ്. പക്ഷെ നമ്മൾ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട് 20 സീറ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടി. അതിന്റെ ഭാഗമായിട്ട് യു ക്യാൻ ജസ്റ്റ് പേ ₹500 ടു ദ ഓഫീസ് നമ്പർ. ഓഫീസ് നമ്പർ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളുടെ ഗ്രൂപ്പിൽ അറിയിക്കും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ 37 സെഷൻസ്, 20 റൗണ്ട് ടേബിൾ സെഷൻസ്, 10 ഫുൾ ടെസ്റ്റ് കിട്ടുന്ന ഒരു പാക്കേജ്, ഈ 2 മാസം നിങ്ങൾ, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഇപ്രാവശ്യം നെറ്റ് എക്സാമിനേഷൻ എഴുതാൻ ഉദ്ദേശിക്കുകയും ഇപ്രാവശ്യത്തെ എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ ഈ പറയുന്നത് പോലെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം വന്നാൽ മതി. അതുകൊണ്ട് 20 സീറ്റ്സിൽ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്തായി ചെയ്യുന്നുണ്ടോ, സാർ എനിക്ക് കൂടുതൽ സമയം കിട്ടുന്നില്ല, ഞാൻ വെറുതെ അവരുടെ പിന്നാലെ നടന്ന് എന്റെ സമയം കളയണ്ടേ? ഓക്കെ, പക്ഷെ അതിന് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ വരൂ. കാരണം വി ഹാവ് സം വെരി ഇന്റൻസീവ് പ്രോഗ്രാം ആണ് നമ്മൾ ഏപ്രിൽ മുതൽക്ക് നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് 20 സീറ്റ്സേ ഉള്ളൂ. മാക്സിമം രജിസ്ട്രേഷൻ എൻഷുർ ചെയ്യുക. ക്രിസ്റ്റലിന്റെ ഏതെങ്കിലും ബാച്ച്, അത് HSSD പിള്ളേരാവട്ടെ, നെറ്റിന്റെ മുമ്പ് പഠിച്ച പിള്ളേരാവട്ടെ, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരാവട്ടെ, JRF ക്രാക്കറിലെ ബാച്ചിൽ ആരും ജോയിൻ ചെയ്യേണ്ട. അത് നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആണ്. കാരണം നിങ്ങളുടെ കോംപ്രഹെൻസീവ് ബാച്ചിനകത്ത് അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, അത് നിങ്ങൾക്ക് ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾ അത് ജോയിൻ ചെയ്യേണ്ട. പക്ഷെ അതേ സമയത്ത് അല്ലാത്ത കോമ്പാറ്റിലുള്ളവരും മറ്റു ആൾക്കാരൊക്കെ ദൃശ്യെ കോൺടാക്ട് ചെയ്യുക. അതേ സമയത്ത് പുതുതായിട്ട് നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ന്യൂ സ്റ്റുഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 20 സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ഫീസ് 3000 തന്നെയാണ്. പക്ഷേ രജിസ്ട്രേഷൻ ആയിട്ട് ഓഫീസ് ഇൻസ്ട്രക്ഷൻ പ്രകാരം ഒരു ₹500 വെച്ചിട്ട് ഓഫീസ് നമ്പർ സ്ക്രീൻഷോട്ട്, എന്താ QR കോഡ് വെച്ചിട്ട് പേയ്മെന്റ് അടച്ച് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക. അവർക്ക് അയച്ചു കൊടുക്കുക. എനിക്ക് അയക്കരുത്, എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങളുടെ ഈ സ്ക്രീൻഷോട്ടും കാര്യങ്ങൾ നോക്കിയെടുക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, വേറെ കുറച്ച് വർക്കുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഓഫീസ് നമ്പറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക. എന്നിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ സീറ്റ് എൻഷുർ ചെയ്ത് വെക്കുക. തിങ്കളാഴ്ച മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. സൺഡേ മുതൽക്ക് ടൈം ടേബിൾ ഇട്ട് തുടങ്ങും. നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ വരിക. സോ ദിസ് ഈസ് ഓൾ അബൌട്ട്. ഇത്രയും ടോപ്പിക്സ് നിങ്ങളുടെ സിലബസ് അയച്ചുതരാം. സെൽഫ് സ്റ്റഡി പറ്റുമെങ്കിൽ സെൽഫ് സ്റ്റഡി ചെയ്തോ, അതും ഞാൻ പറയുന്നു കേട്ടോ. കാരണം ഐ ഡോണ്ട് നോ യുവർ കപ്പാസിറ്റി, ബട്ട് വി നോ അവർ സ്ട്രെങ്ത്. എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം പോലെ കഴിവ് പോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.